ഞാനൊരു ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഷിബു. ഹായ് ഷിബു ചേട്ടാ. ഹായ്. ഹായ് 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 ചേട്ടാ. ഹായ് ഹായ്. നമ്മള് ഹായ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് എല്ലാവർക്കും ഹായ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് 133-ാമത്തെ പേജില് ആയിരുന്നു. നമ്മൾ പറഞ്ഞു നിർത്തിയത് ദ റിസ്ക് ഓഫ് കണ്ടിന്യൂഡ് ഫാമിലി ക്രിറ്റിസിസം, അതായത് കുടുംബത്തിൽ നിന്ന് ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മോചനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി നേരിടുന്ന ചില വിമർശനങ്ങളെ കുറിച്ചും അവർക്കെതിരെ അവർ സംസാരിക്കാൻ ഇടയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെയാണ്. അതിന് ഒരു ആൽക്കഹോളിക് എങ്ങനെ പ്രതികരിക്കണമെന്നും അവിടെ നമ്മൾ സംസാരിച്ചു. അടുത്ത ഭാഗം സംസാരിക്കുന്നത് സ്റ്റേയിങ് ഫ്ലെക്സിബിൾ എന്നാണ്. അത് വായിക്കാവോ റോമലെ? വായിക്കാം. സ്റ്റേയിങ് ഫ്ലെക്സിബിൾ. വീട്ടുകാര്യങ്ങളിൽ മറ്റു വിധത്തിലുള്ള അഗാധമായ മാറ്റങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അച്ഛനെ വളരെ വർഷങ്ങളായി മദ്യം കഴിവില്ലാത്തവനാക്കി തീർക്കുകയും അമ്മ കുടുംബത്തിന്റെ നായകസ്ഥാനം വഹിക്കാൻ തുടങ്ങിയിട്ടുമുണ്ടാകും. ഊർജ്ജസ്വലതയോടെ അവർ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നുണ്ടാകും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അവർ ഭർത്താവിനെ ഒരു രോഗഗ്രസ്തനോ അനുസരണക്കെട്ടവനോ ആയ കുട്ടിയെ എന്ന പോലെ പരിപാലിക്കുന്നുണ്ടാവും. തൻ്റെ അഭിപ്രായങ്ങളോ അവകാശങ്ങളോ ഉറപ്പിച്ചു പറയണമെന്ന് അയാൾ ആഗ്രഹിച്ചാൽ തന്നെ അയാൾക്കതിന് കഴിയുകയില്ല. കാരണം അയാളുടെ കുടി അയാളെ ഏതാണ്ട് സ്ഥിരമായി തെറ്റിൽ തന്നെ കുരുക്കിയിടുന്നു. എല്ലാ കാര്യങ്ങളിലും പ്ലാനുകൾ തയ്യാറാക്കുന്നതും മാർഗനിർദ്ദേശം നൽകുന്നതും അമ്മ മാത്രമായി തീരുന്നു. കുടിക്കാത്ത ബോധാവസ്ഥയിൽ അച്ഛൻ പലപ്പോഴും അതെല്ലാം അനുസരിക്കുന്നു. അങ്ങനെ അമ്മ അവരുടേതല്ലാത്ത കുറ്റം കൊണ്ടാണെങ്കിലും കുടുംബനാഥയുടെ മേലങ്കി അണിയുന്നത് പതിവ് ശീലമാക്കുന്നു. പെട്ടെന്ന് മദ്യമില്ലാത്ത ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന അച്ഛൻ തൻ്റെ അവകാശങ്ങൾ ഉറപ്പിച്ചെടുക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്നു. ഒരു തരത്തിലുള്ള ഇത്തരം പ്രവണതകൾ നിരീക്ഷിക്കുകയും പരസ്പരം സൗഹൃദപരമായ ധാരണകളിലെത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ സംഗതികളൊക്കെ കുഴപ്പത്തിലാക്കുന്നു. കൂടി പല കുടുംബാംഗങ്ങളെയും പുറംലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്നു. അച്ഛൻ വളരെ വർഷങ്ങളായി സാധാരണ മട്ടിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയായിരിക്കും. ക്ലബ്ബുകളിൽ പോവുക, പൗരനെന്ന നിലയിലുള്ള സാമൂഹ്യ ബാധ്യതകൾ നിറവേറ്റുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നതൊന്നും കുറെ കാലമായി അയാൾ ചെയ്യുന്നുണ്ടാകും. അത്തരം കാര്യങ്ങളിൽ അച്ഛൻ വീണ്ടും താല്പര്യം കാണിച്ചു തുടങ്ങുമ്പോൾ ഒരുതരം വിദ്വേഷം കലർന്ന അസൂയ കുടുംബാംഗങ്ങൾക്കിടയിലുണ്ടാകും. അച്ഛൻ തങ്ങളോടും വളരെ കഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നും ആ കടപ്പാടിൽ ഒട്ടും തന്നെ പുറത്തുള്ളവരുമായി പങ്കുവെക്കുന്നതിലുള്ളതെന്നും അവർ കരുതുന്നു. പ്രവർത്തനങ്ങൾക്കുള്ള പുതിയ ചാലുകൾ ഒരുക്കുന്നതിന് പകരം തങ്ങളുടെ കുറവുകൾ നികത്തുന്നതിനായി അച്ഛൻ എപ്പോഴും വീട്ടിൽ തന്നെ തങ്ങണമെന്ന് ഭാര്യയും കുട്ടികളും ശഠിക്കുന്നു. പുതിയ ജീവിതത്തിൽ ഫലപ്രദമായ പങ്ക് കുടുംബം വഹിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങിങ്ങ് ചില കാര്യങ്ങളിൽ ഓരോരുത്തരും കീഴ്വഴങ്ങി കൊടുക്കേണ്ടതുണ്ട് എന്ന വസ്തുതയെ ദമ്പതിമാർ തുടക്കം മുതൽ തന്നെ നേരെ ചൊവ്വെ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അച്ഛൻ തീർച്ചയായും മറ്റ് അമിത മദ്യപാന രോഗികളോടൊത്ത് ധാരാളം സമയം ചിലവഴിച്ചെന്നിരിക്കും. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങൾ സമ്മതതുല്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അമിത മദ്യപാന ശക്തിയെക്കുറിച്ച് ഒന്നും തന്നെ അറിഞ്ഞുകൂടാത്ത അവരുമായി അച്ഛൻ ബന്ധം സ്ഥാപിച്ചിരിക്കാം. അവരുടെ ആവശ്യങ്ങൾക്ക് വളരെ ആലോചന കലർന്ന പരിഗണന നൽകേണ്ടതുണ്ട്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നിരിക്കാം. കുടുംബാംഗങ്ങൾക്ക് മതാചാരങ്ങളോട് പ്രത്യേകമായ ഒരു ആഭിമുഖ്യമില്ലെങ്കിൽ പോലും ഏതെങ്കിലും സമുദായ സംഘടനകളോട് ബന്ധം പുലർത്തുന്നതിനോ ഏതെങ്കിലും മതസംഘടനകളിൽ അംഗത്വം എടുക്കുന്നതിനോ അവർക്ക് ശ്രമിക്കാവുന്നതാണ്. മതപുരോഹിതന്മാരെയും മറ്റു നിന്നാപൂർവം പരിഹരിച്ചിട്ടുള്ള അമിത മദ്യപർ ഇത്തരം ബന്ധങ്ങളിലൂടെ സഹായിക്കപ്പെടും. സ്വയം ഒരു ആത്മീയ ഉണർവ് അനുഭവിക്കുന്ന അമിത മദ്യപാനി നേരത്തെ പറഞ്ഞ ആളുകളുമായി തനിക്ക് പല കാര്യങ്ങളിലും സാമ്യമുണ്ടെന്ന് പല കാര്യങ്ങളിൽ അവരുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും കരുതും. അയാൾ മതകാര്യങ്ങൾ പറഞ്ഞ് തർക്കിച്ചില്ലെങ്കിൽ തീർച്ചയായും പുതിയ സുഹൃത്തുക്കളെ നേടുകയും ഉപയോഗപ്രദവും സന്തുഷ്ടവുമായ പുതിയ മേഖലകൾ കണ്ടെത്തുകയും ചെയ്യും. അത്തരം ഒത്തുചേരലുകൾ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും രചിത ബന്ധുക്കളാകാൻ കഴിയും. ഈ കുഴപ്പം പിടിച്ച ലോകം നേരെയാക്കാൻ തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിച്ചിട്ടുള്ള പല വൈദികന്മാർക്കും മതപുരോഹിതന്മാർക്കും നിയമഗുരുക്കന്മാർക്കും അയാൾ പുതിയ പകരും. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ സഹായകരമായ നിർദ്ദേശങ്ങളായി മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളൊക്കെ വളരെ നിർബന്ധമായും ഇതുപോലെ തന്നെ ചെയ്തിരിക്കണം എന്ന ശാഠ്യമൊന്നുമില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ മനസ്സ് ശരിപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോ വ്യക്തിയും തൻ്റെ സ്വന്തം മനസാക്ഷിയെ ഇക്കാര്യത്തിൽ അനുസരിക്കണം. ഓക്കെ. സ്റ്റേയിങ് ഫ്ലെക്സിബിൾ. പിന്നീടുള്ള കുടുംബം, അല്ലെങ്കിൽ ദ ഫാമിലി ആഫ്റ്റർവാർഡ് എന്ന ചാപ്റ്ററിൽ
ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ നമ്മുടെ പഴമക്കാര് നമ്മളോട് പറയുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നിലനിർത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ സുബോധാവസ്ഥ നിലനിർത്താൻ പറ്റുന്നത്. ദർ വിൽ ബി അതർ ബിഗ് ചേഞ്ചസ് ഇൻ ദ ഹൗസ് ഹോൾഡ്. അതായത് വീട്ടിലെ കാര്യങ്ങളിൽ അതിനകത്ത് ചില വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. ലിക്വർ ചേഞ്ച്ഡ് ഡാഡ് സോ മച്ച്. അതായത് മദ്യം ഡാഡിയെ അല്ലെങ്കിൽ അച്ഛനെ കൂടുതൽ ചേഞ്ച് ചെയ്തിരിക്കുന്നു. ആൻഡ് ഫോർ സോ മെനി ഇയേഴ്സ് ദാറ്റ് മം ഹാഡ് ടു ടേക്ക് ഓവർ ഹിസ് റെസ്പോൺസിബിലിറ്റി. അതായത് പിതാവിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ വീട്ടിൽ അമ്മയാണ് പിന്നീട് മദ്യം മൂലം സ്വഭാവത്തിൽ വ്യത്യാസം വന്ന അച്ഛന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ അമ്മയാണ് ഏറ്റെടുത്തത്. ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്ത് മം വാസ് ഫോഴ്സ്ഡ് ടു ട്രീറ്റ് ഡാഡ് ലൈക്ക് എ സിക്ക് ഓർ മിസ്ബിഹേവിംഗ് ചൈൽഡ്. അതായത് ഈ സമയത്ത് അമ്മ അച്ഛനെ ഒരു കുട്ടിയെ പോലെ, അതായത് അസുഖബാധിതനായ അല്ലെങ്കിൽ സ്വഭാവ വൈകല്യമുള്ള അല്ലെങ്കിൽ മിസ്ബിഹേവിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവത്തില് അച്ചടക്ക രഹിതമായ സ്വഭാവമുള്ള ആളെ കൈകാര്യം ചെയ്യുന്നത് പോലെ അച്ഛനെ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ അച്ഛനെ സംരക്ഷിച്ചു. ഈവൻ വെൻ ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഔട്ട് ഷീ കുഡിന്റ്. അവൾക്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഡ്രിങ്കിങ് മേഡ് എവറിഥിങ് സോ മച്ച് ഹാർഡർ. അതായത് മദ്യം പലപ്പോഴും ജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ കഠിനമുള്ളവളാക്കി മാറ്റി. മം മെയ്ഡ് ഓൾ ദ പ്ലാൻസ്. മമ്മാണ് അല്ലെങ്കിൽ വീട്ടിലെ അമ്മയാണ് അല്ലെങ്കിൽ മാതാവാണ് എല്ലാ പദ്ധതികളും തയ്യാറാക്കിയത്. ആൻഡ് ഗേവ് ദ ഡയറക്ഷൻ ടു ദ ഫാമിലി. പിന്നീട് അവരാണ് ഫാമിലിയിലെ ഡയറക്ഷൻസ് കൊടുത്തത്. വെൻ സോബർ ഡാഡ് യൂഷ്വലി ഡിഡ് ആസ് മം ആസ്ക്ഡ്. അപ്പോ സാധാരണ നിലയിൽ സോബറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ സുബോധം കിട്ടിക്കഴിയുമ്പോൾ ഡാഡ് എന്ത് ചെയ്യും? അമ്മ പറയുന്നത് പോലെ ചെയ്യും. നൗ ഇപ്പോൾ ഡാഡ് ഈസ് സ്റ്റാർട്ടിങ് ടു ഫീൽ ലൈക്ക് ഹിംസെൽഫ് അഗെയിൻ. അവനൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വികാരം പൊന്തി വരാൻ തുടങ്ങി. ഹി മേ ട്രൈ ടു ടേക്ക് ബാക്ക് ഹിസ് ഓൾഡ് റോൾ. അവന്റെ പഴയ ആ റോള്, പിതാവിൻ്റെതായ റോള് തിരിച്ചു പിടിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. ദിസ് വിൽ കോസ് ട്രബിൾ. ഇതാണ് പ്രശ്നത്തിനുള്ള പ്രധാന കാരണം. ടു പ്രിവെന്റ് കോൺഫ്ലിക്ട്, ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ തടഞ്ഞു നിർത്താനായിട്ട് ദ ഹോൾ ഫാമിലി നീഡ്സ് വാച്ച് ഫോർ ഹിസ് ചേഞ്ച്. അപ്പോൾ ഇത്തരം കുഴപ്പങ്ങൾ തടഞ്ഞു നിർത്താനായിട്ട് കുടുംബത്തിലെ എല്ലാവരും ഒന്നു ചേർന്ന് ഈ മാറ്റത്തെ ശ്രദ്ധിക്കണം. എവരി വൺ ഷുഡ് കം ടു എ ഫ്രണ്ട്ലി അഗ്രിമെന്റ് അബൌട്ട് ഇറ്റ്. എല്ലാവരും തുല്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു കൂട്ടായ ഒരു കരാറിൽ അവരെല്ലാവരും എത്തിച്ചേരണം. വെൻ വൺ ഫാമിലി മെമ്പർ ഡ്രിങ്ക്സ്, ദാറ്റ് കീപ്സ് ദ ഹോൾ ഫാമിലി സെപ്പറേറ്റ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഏതെങ്കിലും അപ്പനാകട്ടെ അമ്മയാകട്ടെ മക്കളാകട്ടെ ആരെങ്കിലും ഒരാൾ കുടിച്ചു കഴിയുമ്പോൾ ആ കുടുംബത്തെ പുറം ലോകത്ത് നിന്ന് വേർതിരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുറം ലോകത്ത് നിന്ന് അകറ്റി നിർത്തും. സെപ്പറേറ്റ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ്, പുറം ലോകത്ത് നിന്ന് അകറ്റി നിർത്തും. ഡാഡ് മേ ഹാവ് സ്റ്റോപ്ഡ് ഓൾ ഹിസ് നോർമൽ ആക്ടിവിറ്റീസ് ഫോർ ഇയേഴ്സ്. ഒരു പക്ഷേ അച്ഛൻ വളരെ വർഷക്കാലം ഒരുപാട് കാലം നടന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ സാധാരണ പ്രവൃത്തികൾ, അതായത് ക്ലബുകളിൽ പോവുക, ക്ലബ് സ്പോർട്സ് ഹോബീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. അതായത് ക്ലബുകളിൽ പോവുക, സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക, ചില ഹോബീസിൽ ഏർപ്പെടുക, ഫ്രണ്ട്ഷിപ്പിൽ ഏർപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. വെൻ ഹി ബിക്കംസ് ഇൻട്രസ്റ്റ് ഇൻ ഡൂയിങ് ദം അഗെയിൻ, ദ ഫാമിലി മേ ഫീൽ ജലസ്. അപ്പോൾ അച്ഛൻ വീണ്ടും ഇത്തരം കൂട്ടുകെട്ടിലേക്ക്, ഇത്തരം ഹോബികളിലേക്ക്, ഇത്തരം സ്പോർട്സിലേക്ക്, ഇത്തരം ക്ലബുകളുടെ പോക്കിലേക്ക്, അല്ലെങ്കിൽ ഇത്തരം കൂട്ടുകെട്ടിലേക്ക്, ഫ്രണ്ട്ഷിപ്പ് തിരിച്ചു ചെല്ലുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഒരു കാര്യം എന്നാ വെച്ചാൽ, വെൻ ഹി ബിക്കം ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് ദം അഗെയിൻ, ദ ഫാമിലി മേ ഫീൽ ജലസ്. അപ്പോൾ അച്ഛൻ ഇത്തരം കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുടുംബം ഒരു പക്ഷേ അസൂയോടുകൂടി കാണാൻ ശ്രമിക്കാറുണ്ട്. They may feel like they should own all of this time and energy now. അതായത് അദ്ദേഹത്തിന്റെ സമയവും അദ്ദേഹത്തിന്റെ എനർജിയും ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിക്കണം, അതായത് അച്ഛൻ ചെലവഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് കുടുംബത്തിന് സാധാരണ നിലയിൽ കടന്നു വരാറുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ന്യൂ ആക്ടിവിറ്റീസ് ഫോർ ദംസെൽവ്സ്, അതായത് അച്ഛൻ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടെത്തുന്നതിന് പകരം മം ആൻഡ് ദ ചിൽഡ്രൻ മേ ഡിമാൻഡ് ദാറ്റ് ഡാഡ് സ്റ്റേ ഹോം വിത്ത് ദം. അച്ഛനും അമ്മയും അല്ലെ അച്ഛൻ എന്ത് ചെയ്യണം? അമ്മയോടും കുട്ടികളോടൊപ്പം എല്ലാ സമയത്തും ഞങ്ങളോടൊപ്പം വീട്ടിൽ കഴിയണമെന്ന് അവർ ആഗ്രഹിക്കും. ഹി ഹാസ് ടു മേക്ക് അപ്പ് ഫോർ ലോസ്റ്റ് ടൈം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ സമയത്തിന്, അതായത് അവർക്ക് ഒരുപാട് കാലം മദ്യം മൂലം ഇവരിൽ നിന്ന് അകന്നു നിന്ന അച്ഛനെ
തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരണമെന്ന് അവർ ആഗ്രഹിക്കും. അപ്പൊ അതിന് അവർ പറയുന്നത് എന്താണ്? നമ്മുടെ പഴമക്കാർ പറയുന്നത് ദേ ഹാവ് സം ജലസി, അസൂയ ഉണ്ടാകുന്നത് കൊണ്ട് കൂടിയാണ് അങ്ങനെ ഉണ്ടാകുന്നത് എന്നാണ്. അറ്റ് ദ വെരി ബിഗിനിങ്, തുടക്കത്തിൽ തന്നെ ബോത്ത് പാർട്ണർ നീഡ് ടു അക്സെപ്റ്റ് ദാറ്റ് ദേ വിൽ ഈച്ച് ഹാവ് ടു കോംപ്രമൈസ്. അതായത് രണ്ട് പാർട്ട്നേഴ്സും അല്ലെങ്കിൽ ദമ്പതികളായിട്ടുള്ള അച്ഛനും അമ്മയും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം, അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിൽ എത്തണം, അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ എത്തണം. ഡൂയിങ് ദിസ് വിൽ ഇൻവോൾവ് ദ ഫാമിലി ഇൻ ആൻ ആൽക്കഹോളിക്സ് ന്യൂ ലൈഫ്. അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ പുതിയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരുടെ കുടുംബം അതിനകത്ത് ഇൻവോൾവഡ് ആണ്. ഡാഡ് വിൽ ബി സ്പെൻഡിങ് ലോട്ട്സ് ഓഫ് ടൈം വിത്ത് അതർ ആൽക്കഹോളിക്സ്. അച്ഛൻ മറ്റ് ആൽക്കഹോളിക്കുകളുമായിട്ട് ധാരാളം സമയം ചെലവഴിച്ചേക്കാം. ബട്ട് ഹി വിൽ ഡു അതർ ആക്ടിവിറ്റീസ് ടു. അതുപോലെ തന്നെ അവൻ ചില മറ്റ് കാര്യങ്ങൾ കൂടി, പ്രവൃത്തികൾ കൂടിയും ചെയ്യുന്നുണ്ടാവും. ഹി മേ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ഹു ഡോണ്ട് നോ അബൌട്ട് ഹിസ് ആൽക്കഹോളിസം. ഒരു പക്ഷേ അവൻ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കിയേക്കാം. അവന്റെ ഈ ആൽക്കഹോളിസത്തെ പറ്റി അറിയാത്ത പുതിയ കൂട്ടുകാരെ അവൻ കണ്ടെത്തിയേക്കാം. ആൻഡ് വിൽ നീഡ് ടു കൺസിഡർ ദെയർ നീഡ്സ്. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അവൻ ശ്രമിച്ചേക്കാം. ഹി മേ ഹെൽപ്പ് ഔട്ട് ഇൻ ദ ലോക്കൽ കമ്മ്യൂണിറ്റി. അതായത് തന്റെ സമൂഹത്തിൽ, താൻ ജീവിക്കുന്ന സമൂഹത്തിലെ ചില അടിയന്തര ആവശ്യങ്ങൾ, പ്രവൃത്തികൾ, സഹായങ്ങൾ ചെയ്യാനായിട്ട് അവൻ ഇറങ്ങി പുറപ്പെട്ടേക്കാം. Even if the family is not religious, they may choose a spiritual path at this time. ഈ സമയത്ത് കുടുംബം മതപരമായിട്ടുള്ള ചിന്തകളോടുകൂടിയ കുടുംബം അല്ലെങ്കിൽ പോലും ചില ആത്മീയമായിട്ടുള്ള വഴി അവർ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. ഇനി മതപരമായിട്ടുള്ള ആശയങ്ങളുള്ള ഫാമിലി ആണെങ്കിൽ ആ വഴിക്ക് നീങ്ങട്ടെ. അതേസമയം സ്പിരിച്വൽ പാത്ത് അങ്ങനെ ഇല്ലാത്ത ഫാമിലി ആണെങ്കിൽ ഒരു ആത്മീയ വഴി സ്വീകരിക്കുന്നത്, ആത്മീയ വഴിക്കായി സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. ആൽക്കഹോളിക്സ് who have made fun of religious people will be helped by finding faith community. അപ്പൊ മദ്യാസക്തരായ ആളുകള് ഒരുപക്ഷെ മതപരമായ ആളുകളോട് ഈ പ്രവർത്തികൾ ഒരുപക്ഷെ ഒരു ഫണ്ണായിട്ട് എടുക്കും. ബി ഹെൽപ്ഡ് ബൈ ഫൈൻഡിങ് ഇൻ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി. അങ്ങനെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ വിശ്വാസമുള്ള കമ്മ്യൂണിറ്റിയിൽ അവൻ കൂടുതൽ സമയം പ്രവർത്തിച്ചേക്കാം, അല്ലെങ്കിൽ സമയം കണ്ടെത്തിയേക്കാം, അവന്റെ സന്തോഷം കണ്ടെത്തിയേക്കാം. സിൻസ് എ റിക്കവറിംഗ് ആൽക്കഹോളിക് ഹാസ് ഹാഡ് എ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അതായത് വീണ്ടെടുക്കപ്പെട്ട മദ്യാസക്തന് ഒരു ആത്മീയ അനുഭവം ഉള്ളതുകൊണ്ട് ദേ ഹാവ് ലോട്ട്സ് ഇൻ കോമൺ വിത്ത് റിലീജിയസ് പീപ്പിൾ. അവർക്ക് പല കാര്യങ്ങളിലും പൊതുവായിട്ടുള്ള ചില ലോട്ട്സ് ഓഫ് കോമൺ തിങ്സ്, അതായത് പൊതുവായിട്ടുള്ള ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ചില ലക്ഷണങ്ങൾ മതപരമായ ആളുകളുമായിട്ടുണ്ടാകാം. ദേ മേ നോട്ട് എഗ്രി ഓൺ എവരിതിങ്. ഒരു പക്ഷെ അവർ മതപരമായിട്ടുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചില്ലെങ്കിലും ബട്ട് ദേ ഹാവ് സം ഓവർലാപ്പിംഗ് ബിലീഫ്സ്. അവർക്ക് ചില കൂടുതലായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അവർക്ക് ഉണ്ടായേക്കാം. ഇഫ് ദ ആൽക്കഹോളിക് ഡസൻറ്റ് ആർഗ്യൂ അബൌട്ട് റിലീജിയൻ, ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് ഒരിക്കലും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് തർക്കിക്കുന്നില്ല. They can make new friends and find new ways to feel useful and happy. അവരെന്താണ് അവര് മതപരമായ ആളുകളോട് തർക്കിക്കുന്നതിന് പകരം അവരെങ്ങനെയാണ് ജീവിക്കുക? അവർ പുതിയ കൂട്ടുകാരെ കണ്ടെത്തുക, പുതിയ വഴി, മറ്റുള്ളവർക്ക് സന്തോഷകരമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കേണ്ടതിന്റെ പുതിയൊരു വഴി അവർ സ്വയം കണ്ടെത്തുന്നു. They may even bring new hope. അവർ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരുന്നു. ആൻഡ് ന്യൂ കറേജ്, പുതിയ ധൈര്യം കൊണ്ടുവരുന്നു. ടു ഫെയ്ത്ത് ലീഡേഴ്സ് ഹു ഡു ദെയർ ബെസ്റ്റ് ടു ഹെൽപ്പ് അവർ ട്രബിൾഡ് വേൾഡ്. ഈ കുഴപ്പം പിടിച്ച ലോകത്ത് നമ്മുടേതായ പുരോഹിതന്മാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള വിശ്വാസികളുടെ ലീഡേഴ്സ് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള ചില സഹായങ്ങൾ ഇവർ ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പുതിയ പ്രതീക്ഷയും ധൈര്യം അവർ കൊണ്ടുവരുന്നു. ദിസ് ഈസ് ജസ്റ്റ് എ സജസ്റ്റഡ്. ഇതൊരു നിർദ്ദേശം മാത്രമാണ്. As far as we are concerned, ഞങ്ങൾ ഇപ്പോൾ പരിഗണിക്കുമ്പോൾ no one should feel they have to join a faith community. അവരൊരു വിശ്വാസികളുടെ ഒരു സമൂഹത്തിലേക്ക് ചേരണമെന്ന് പറയുന്നില്ല. As far as we are concerned, ഞങ്ങൾ അതല്ല പരിഗണിക്കുന്നത്. No one should feel they have to join a faith community. ഒരു വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് കടന്ന പോലെ ഒരു കൺസെപ്റ്റ് അല്ല അവർക്ക് വേണ്ടത്. As non-denominational people, we can't make up others' minds for them. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗങ്ങളല്ലാത്തത് കൊണ്ട്, ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന ആളുകളല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ നമുക്ക് മേക്കപ്പ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിക്കേണ്ടത് കാര്യമില്ല. ഈച്ച് പേഴ്സൺ മസ്റ്റ് ഡിസൈഡ് ഓൺ ദെയർ ഓൺ. അവരുടേതായ രീതിയിൽ സ്വന്തം വഴി തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം
അവസാനിക്കുന്ന അതിന്റെ ഹെഡിങ് എന്താണ്? സ്റ്റേയിങ് ഫ്ലെക്സിബിൾ. എങ്ങനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് ജീവിക്കേണ്ടത്, മതവിശ്വാസത്തോടൊക്കെ നമ്മൾ എങ്ങനെയായിരിക്കണം ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. അടുത്തത് ഫൈൻഡിങ് ജോയ് ഇൻ റിക്കവറി, അതായത് സുബോധത്തിൽ സന്തോഷം കണ്ടെത്തുക. വായിക്കാവോ? ഫൈൻഡിങ് ജോയ് ഇൻ റിക്കവറി. ചിലപ്പോഴൊക്കെ ദാരുണമായ എന്നാൽ ഗൗരവമാർന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് ഇതുവരെ പറഞ്ഞത്. മദ്യത്തെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും മോശമായ വശങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് നാം ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷെ ഞങ്ങൾ തീരെ വിഷണ്ണരായ ഒരു സമൂഹമല്ല. നവാഗതർക്ക് ഞങ്ങളുടെ സന്തോഷവും രസവും കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ ഒരിക്കലും അത് ഇഷ്ടപ്പെടില്ലായിരുന്നു. ജീവിതം ആസ്വദിക്കുക എന്ന കാര്യത്തിൽ പൂർണ്ണമായ നിഷ്ഠയുള്ളവരാണ് ഞങ്ങൾ. രാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ ദോഷൈക ദൃഷ്ടിയോടുകൂടിയുള്ള മുഴുകൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ കുഴപ്പങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ചുമലുകളിലേക്ക് ഏറ്റുന്നുമില്ല. മദ്യത്തിൻ്റെ ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ഞങ്ങൾ അയാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും ഞങ്ങൾക്കുള്ളത് അയാൾക്ക് എടുക്കുവാനായി നൽകുകയും ചെയ്യുന്നു. ഞങ്ങൾ അയാൾക്ക് വേണ്ടി ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ആവർത്തിക്കുകയും അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തിലെ ഭയപ്പാടുകളിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സ്വയം ചുമലിലേറ്റാൻ ശ്രമിച്ചിട്ടുള്ളവർ വളരെ വൈകാതെ അവയ്ക്ക് കീഴ്പ്പെട്ടു പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സന്തോഷവും ചിരിയും വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രകടമായ നിലയിൽ ചില അനുഭവങ്ങൾ ഓർത്ത് ഞങ്ങൾ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കാണുമ്പോൾ പുറത്തുള്ള ആളുകൾ ചിലപ്പോൾ അത്ഭുതപ്പെടുന്നു. പക്ഷേ ഞങ്ങൾ എന്തുകൊണ്ട് ചിരിച്ചുകൂടാ? ഞങ്ങൾ രോഗവിമുക്തി ആർജിച്ചവരാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അധികം വിനോദങ്ങളിൽ ഏർപ്പെടാത്തവരും ദുർബലമായ ആരോഗ്യമുള്ളവരും ഒരിക്കലും വേണ്ടിടത്തോളം ചിരിക്കുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഓരോ കുടുംബവും ഒറ്റയ്ക്കും കൂട്ടമായും തങ്ങളുടെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ വിനോദങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട്. ദൈവം നമ്മൾ സന്തുഷ്ടരായും ആഹ്ലാദമുള്ളവരായും സ്വതന്ത്രരായും കാണാൻ ആഗ്രഹിക്കുകയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങളിൽ പലർക്കും പണ്ടങ്ങനെ ആയിരുന്നിട്ടുണ്ടെങ്കിലും ജീവിതം ഒരു കണ്ണുനീർ താഴ്വരയാണ് എന്ന വിശ്വാസത്തോട് യോജിക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ ദുരിതം തന്നെ ഉണ്ടാക്കിയതാണ് എന്ന കാര്യം ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ദൈവമല്ല അത് ചെയ്തത്. അതുകൊണ്ട് മനഃപൂർവ്വം ദുരിതങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. പക്ഷേ വീണ്ടും ദുരിതം വരികയാണെങ്കിൽ ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം സ്ഥാപിക്കാനുള്ള അവസരമായി അതിനെ പ്രയോജനപ്പെടുത്തുക. ഇനി ആരോഗ്യത്തെക്കുറിച്ച്. മദ്യം കൊണ്ട് വളരെയേറെ വെന്തു നശിച്ച ഒരു ശരീരം ഒറ്റ ദിവസം കൊണ്ട് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കുന്നില്ല. അതുപോലെ തന്നെ വികല വിചാരങ്ങളും വിഷാദ ചിന്തകളും കണ്ണു ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്നുമില്ല. ആധ്യാത്മിക തലത്തിലുള്ള ഒരു ജീവിതം ആരോഗ്യ പുനഃസ്ഥാപനത്തിനുള്ള ശക്തമായ ഹേതുവാണെന്ന് ഞങ്ങൾ ബോധ്യമുള്ള കാര്യമാണ്. അതിശക്തമായ കുടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഞങ്ങൾ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ അത്ഭുതകരമായ അവസ്ഥയിലുള്ളവരാണ്. പക്ഷേ ഞങ്ങളുടെ ശരീരങ്ങളിൽ എടുത്തു പറയത്തക്ക പരിവർത്തനങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വിഷയസുഖങ്ങളിൽ ആരോഗ്യവും ധനവും നശിക്കുന്ന ലക്ഷണം പ്രകടിപ്പിക്കുന്ന ഒറ്റയാൾ പോലും ഞങ്ങളുടെ കൂട്ടത്തിൽ കാണുകയില്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ആരോഗ്യ സംരക്ഷണ ഉപാധികളെ ഞങ്ങൾ അവഗണിക്കുന്നു എന്നല്ല. നല്ല ഡോക്ടർമാർ, മനഃശാസ്ത്രജ്ഞന്മാർ, പലതരത്തിലുള്ള ചികിത്സകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർ എന്നിങ്ങനെ ധാരാളം പേരെ ദൈവം ഇഷ്ടം പോലെ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അത്തരം ആളുകളുടെ അടുത്തേക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളുമായി ചെല്ലുന്നതിന് ഒട്ടും മടി കാണിക്കരുത്. തങ്ങളുടെ സഹജീവികളുടെ പൂർണ്ണമായ ശാരീരിക മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി തങ്ങളെ തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളവരാണ് അവർ. ദൈവം നമ്മുടെ കാര്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറെയോ മനോരോഗ വിദഗ്ധരെയോ ചെറുതായി കാണരുത്. അവരുടെ സേവനങ്ങൾ നവാഗതനെ ചികിത്സിക്കുന്നതിലും പിന്നീട് അയാളുടെ ചികിത്സ തുടർന്ന് നടത്തുന്നതിനും അനുപക്ഷണീയമാണ്. ഒരു പുസ്തകം കൈയെഴുത്ത് പ്രതിയുടെ രൂപത്തിൽ വായിക്കാൻ അവസരം കിട്ടിയ നിരവധി ഡോക്ടർമാരിൽ ഒരാൾ പറഞ്ഞത് മിഠായികളുടെ ഉപയോഗം മദ്യപാന രോഗിക്ക് വളരെ സഹായകരമാണ് എന്നാണ്. പക്ഷേ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നൽകാവൂ. അദ്ദേഹം പറയുന്നത് അമിത മദ്യപാന രോഗികൾക്ക് എപ്പോഴും ചോക്ലേറ്റുകൾ ലഭ്യമാക്കണമെന്നാണ്. ക്ഷീണം തോന്നുന്ന സമയങ്ങളിൽ ഊർജം നൽകുന്ന അതിൻ്റെ മൂല്യം കണക്കിലെടുത്താണത്. പലപ്പോഴും രാത്രികാലങ്ങളിൽ കുടിക്കണമെന്ന അവ്യക്തമായ തോന്നൽ ഉയർന്നു വരുമ്പോൾ ഒരു കഷ്ണം കൽക്കണ്ടം തിന്നാൽ ആ തോന്നൽ കുറയുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞങ്ങളിൽ പലരും ധാരാളം മധുരം കഴിക്കുന്നതും അതുമൂലം വളരെ പ്രയോജനം ലഭിക്കുന്നതും ആയ ഒരു പ്രവണത ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈംഗിക ബന്ധങ്ങളെക്കുറിച്ച് ഒരു വാക്ക്. മദ്യം പലപ്പോഴും ലൈംഗിക ആസക്തികളെ ഉദ്ദേശിക്കുന്ന ഒന്നായതുകൊണ്ട് ചില ആളുകൾ ആ വിഷയത്തിൽ അമിതമായി മുഴുകാറുണ്ട്. ദമ്പതിമാർ ചിലപ്പോഴൊക്കെ വല്ലാത്ത ഒരു ദുഃഖാവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. കുടി നിർത്തി കഴിയുമ്പോൾ ചില പുരുഷന്മാർ ഷണ്ഡത്വം ബാധിച്ചവരെ പോലെയാകുന്നു എന്നാണ് അതിൻ്റെ കാരണം.
ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വൈകാരിക തകർച്ച തോന്നിയേക്കാം. ഞങ്ങളിൽ ചിലർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഏതാനും മാസങ്ങൾക്കകം തന്നെ പണ്ടത്തേക്കാൾ കൂടുതലായി ഇണയുമായി നല്ല അടുപ്പം സ്ഥാപിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മേൽപ്പറഞ്ഞ തരത്തിലുള്ള ഒരവസ്ഥ സ്ഥിരമായി തുടരുകയാണെങ്കിൽ ഒരു ഡോക്ടറെയോ മനഃശാസ്ത്രജ്ഞനെയോ കാണുന്നതിന് ജാള്യത വിചാരിക്കരുത്. ഈ ബുദ്ധിമുട്ട് അധികകാലം നിന്നിട്ടുള്ളതായിട്ടുള്ള അനുഭവങ്ങൾ വിരളമാണ്. തൻ്റെ കുഞ്ഞുങ്ങളുമായി സൗഹൃദപരമായ ഒരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഒരു മദ്യപാന രൂപയ്ക്ക് വളരെ ബുദ്ധിമുട്ടാണെന്ന് അയാൾക്ക് നന്നായി അറിയാം. അവരുടെ കുരുന്നു മനസ്സുകൾ അയാൾ കുടിക്കുന്ന സമയത്തെ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതാണ്. നേരിട്ട് അങ്ങനെ പറയാതെ അവർ അയാൾ പണ്ട് ഞങ്ങളോടും തങ്ങളുടെ അമ്മയോടും ചെയ്ത കാര്യങ്ങളുടെ പേരിൽ കഠിനമായി വെറുക്കും. വളരെ ദാരുണമായ ഒരു കാഠിന്യവും ദോഷകൃഷ്ടിയും കുട്ടികളിൽ ചിലപ്പോൾ കടുത്ത സ്വാധീനം ചെലുത്തും. മറക്കുവാനും പൊറുക്കുവാനും കഴിയുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കാൻ അവർക്കൊരിക്കലും കഴിയാറില്ല. അതിങ്ങനെ മാസങ്ങളോളം നീണ്ടു നിൽക്കും. അമ്മ അച്ഛൻ്റെ പുതിയ ജീവിത രീതിയും ചിന്തയും അംഗീകരിച്ചു കഴിഞ്ഞതിന് ശേഷവും കുട്ടികളുടെ ഈ മനോഭാവം തുടർന്നുകൊണ്ടിരിക്കാം. ചില സമയത്ത് അയാൾ ഒരു പുതിയ മനുഷ്യനാണെന്ന് അവർ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തിയ കാര്യം അവരുടേതായ രീതിയിൽ അയാൾ അറിയാനിടയാകുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ പ്രഭാത ധ്യാനത്തിൽ പങ്കുചേരുവാൻ അവരെ ക്ഷണിക്കുകയും പിന്നീട് ഉൾപ്പകയോ പക്ഷാഭേദമോ കൂടാതെ ദൈനംദിന ചർച്ചകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യാം. ആ ഘട്ടം മുതൽ പുരോഗതി വരെ വളരെ ത്വരിതമായിരിക്കും. അത്തരത്തിലുള്ള ഒരു പുനഃസമാഗമനത്തിനുള്ള അത്യത്ഭുതകരമായ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നു. കുടുംബാംഗങ്ങൾ ഒരു ആത്മീയ തലത്തിലുള്ള ജീവിതം പിന്തുടർന്നാലും ഇല്ലെങ്കിലും രോഗവിമുക്തി വേണമെന്നുണ്ടെങ്കിൽ ഒരമിത മദ്യപൻ ആധ്യാത്മിക അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട്. സംശയത്തിന്റെ ലെവലേശ സ്പർശമില്ലാതെ അയാളുടെ പുതിയ അവസ്ഥ മറ്റുള്ളവർ സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു കുടിയനോടൊത്ത് ജീവിച്ചിട്ടുള്ള കുടുംബങ്ങൾക്ക് കാണുക എന്ന് വെച്ചാൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥം. അതിനെ ഉദാഹരിക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ഭയങ്കരമായ പുകവലിക്കാരനും കാപ്പിക്കുടിയനുമായിരുന്നു. അയാൾ ഇതിൽ രണ്ടിലും അമിതമായി മുഴുകിയിരുന്നു എന്നതിൽ സംശയമില്ല. ഇത് കണ്ടിട്ട് അയാളെ സഹായിക്കണമെന്ന സദുദ്ദേശത്തോടെ ഭാര്യ ഇതിനെപ്പറ്റി അയാളോട് ഗുണദോഷിക്കാൻ തുടങ്ങി. ഇക്കാര്യങ്ങളൊക്കെ താൻ വളരെ അമിതമായിട്ടാണ് ചെയ്യുന്നതെന്ന് അയാൾ സമ്മതിച്ചു. പക്ഷേ താൻ ഇത് നിർത്തുവാൻ തയ്യാറല്ലെന്നും കൂടി അയാൾ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാപക്കറയുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് കരുതിയിരുന്ന അയാളുടെ ഭാര്യ അയാളെ അധിക്ഷേപിക്കുവാൻ തുടങ്ങി. അവളുടെ അക്ഷമ അയാളെ വളരെയേറെ കോപാകുലനാക്കി. ഒട്ടും വൈകാതെ അയാൾ കുടിയാരംഭിച്ചു. നമ്മുടെ സുഹൃത്ത് തീർച്ചയായും തെറ്റുകാരനായിരുന്നു, മാരകമായ തെറ്റുകാരൻ. അയാൾക്ക് പിന്നീട് ഇക്കാര്യം വേദനയോടുകൂടി ഏറ്റുപറയേണ്ടി വരികയും ആത്മീയതയുടെ വേലിക്കെട്ടുകൾക്കിടയിൽ നിന്ന് തെറ്റിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. അയാൾ ഇപ്പോൾ എയുടെ ഏറ്റവും ശക്തനായ ഒരു അംഗമാണെങ്കിലും അയാൾ ഇപ്പോഴും ചായ കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നു. പക്ഷേ അയാളുടെ ഭാര്യയെയോ മറ്റാരെങ്കിലുമോ അയാളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കാറില്ല. അയാൾക്ക് ക്രമേണ ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമാർന്ന ഒരസുഖമുള്ളപ്പോൾ അത്തരം കാര്യങ്ങൾ ആളിക്കത്തിക്കുന്ന പ്രശ്നങ്ങളാക്കി മാറ്റുന്നത് തെറ്റാണെന്ന് അയാളുടെ ഭാര്യ കരുതുന്നു. സാന്ദർഭിക പ്രസക്തിയുള്ള 3 ആദർശവാക്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവയാണ്: ഒന്നാമത്തെ കാര്യം, ജീവിക്കാൻ അനുവദിക്കുക. എളുപ്പമാർഗം ഫലം തരും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലൂടെ പിന്നീടുള്ള കുടുംബത്തിലെ അവസാന ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എങ്ങനെയാണ് ഫൈൻഡിങ് ജോയ് ഇൻ റിക്കവറി, നമ്മുടെ മോചനത്തിന്റെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ മദ്യാസക്തി എന്ന് പറയുന്ന വലിയ ഒരു രോഗത്തിന് പ്രതിവിധി കാണുന്ന ഈ കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താം എന്നുള്ളതാണ്. സോ ഫാർ വി ഹാവ് ബീൻ ടോക്കിംഗ് ടു യു അബൌട്ട് സീരിയസ് സംതിങ് ട്രാജിക് തിങ്സ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറെ പേജുകളിലായി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്, ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളായ പഴമക്കാർ നമ്മളോട് പറയാണ്, ഞങ്ങൾ സംസാരിക്കുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഗൗരവമായിട്ടുള്ള, പലപ്പോഴും ദുരന്തപൂർണമായ ചില കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. വി ഹാവ് ബീൻ ഡീലിംഗ് വിത്ത് ദ വേഴ്സ്റ്റ് പാർട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ആൽക്കഹോളിസം. അതായത് മദ്യവും മദ്യാസക്തിയും ചേരാനിടയുള്ള പല ദുരന്തപൂർണമായിട്ടുള്ള വശങ്ങളും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ബട്ട് വി ആർ ഇൻ എ ബെഞ്ച് ഓഫ് സാഡ് ഗ്ലൂമി പീപ്പിൾ. നമ്മൾ പലപ്പോഴും ദുഃഖാർത്ഥരായിട്ടുള്ള, വിഷണ്ണരായിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും മൗനമായിട്ടിരിക്കുന്ന ആളുകളാണ്. ഇഫ് ന്യൂ കമേഴ്സ് സോ ദാറ്റ് റിക്കവറിംഗ് ആൽക്കഹോളിക്സ് ഹാഡ് നോ ജോയ് ഓർ ഫൺ ഇൻ ലൈഫ് ദേ വുഡ്ന്റ് ജോയിൻ us. അതായത് ഒരു പുതിയ ആൾ കടന്നു വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൽക്കഹോളിക് ആയിട്ടുള്ള, മദ്യാസക്തരായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഒരു ഫൺ ഇൻ ലൈഫ്, അതൊരു ജീവിതത്തിലൊരു ഫണ്ണും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ
ഹാപ്പി ഇല്ലെങ്കിൽ ദേ വുഡിൻറ്റ് ജോയിൻ അസ്, അവർ നമ്മുടെ കൂട്ടത്തിൽ ചേരുകയില്ല. വി അബ്സല്യൂട്ട്ലി ഇൻസിസ്റ്റ് ഓൺ എൻജോയിങ് ലൈഫ്. അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തെ ആസ്വദിക്കണം. വി ട്രൈ നോട്ട് ടു ബി ടു സീരിയസ് അബൌട്ട് പൊളിറ്റിക്സ്. നമ്മൾ വളരെയധികം ഗൗരവമാർന്ന പൊളിറ്റിക്സ്, രാഷ്ട്രീയ, ആൻഡ് വി ഡോണ്ട് ക്യാരി ദ വേർഡ്സ് ട്രബിൾസ് ഓൺ അവർ ഷോൾഡേഴ്സ്. അതായത് ഗൗരവമാർന്ന രീതിയിലല്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മളുടെ ചുമലിൽ ഏൽക്കാനും നമ്മൾ ശ്രമിക്കുന്നില്ല. വെൻ വി സീ സമ്മൺ സിങ്കിങ് ഇൻ ടു ദ ക്വിക്ക് സാൻഡ് ഓഫ് ആൽക്കഹോളിസം, അതായത് ആരെങ്കിലും, ഏതെങ്കിലും ഒരാൾ മദ്യാസക്തി എന്ന് പറയുന്ന ഈ പ്രശ്നത്തിൽ മുങ്ങിത്താഴുന്നതായി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഈ മണലാരണ്യത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, വി ഗീവ് ദം ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഓഫർ ടു ഹെൽപ്പ് ഹൗവർ വി ക്യാൻ. നമ്മൾ അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുകയും നമ്മൾ അവരെ സഹായിച്ച് നമ്മളെ കൊണ്ടാകുന്നത് പോലെ ഈ പറയുന്ന വാഗ്ദാനം, നമ്മുടെ പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. വി ഡോണ്ട് ഫോഴ്സ്, നമ്മൾ അവരെ നിർബന്ധിക്കുന്നില്ല. ദം ടു ലിസൺ ടു ഓൾ ഓഫ് ദ സ്റ്റോറീസ് ഫ്രം അവർ ഓൺ ടെറിബിൾ എക്സ്പീരിയൻസ്. അതായത് നമ്മളുടെ മൊത്തത്തിലുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ദുരിതപൂർണമായ അനുഭവങ്ങൾ പൂർണ്ണമായും അവൻ കേട്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ കഥകളും അവൻ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ അവനെ നിർബന്ധിക്കുന്നില്ല. ദോസ് ഓഫ് us who try to take on the troubles of other people end up feeling overwhelmed. അപ്പൊ നമ്മള് കൂടുതലായിട്ട് നമ്മുടെ കഥകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവൻ വളരെയധികം അസ്വസ്ഥനാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാരം അവന് വരാൻ സാധ്യതയുണ്ട്. പീപ്പിൾ എൻഡ് അപ്പ് ഫീലിംഗ് ഓവർവെൽമിഡ്, വളരെ ഒരു വികാരപൂർണമായിട്ടൊരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സോ വി തിങ്ക് ഹാപ്പിനെസ് ആൻഡ് ലാഫർ ആർ യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ ഈ വികാരപൂർണമായിട്ടുള്ള, അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ദുരന്ത കഥകൾ പറയുന്നതോടൊപ്പം തന്നെ ചില സന്തോഷവും ചില ചിരിയും ഒക്കെ പങ്കുവെക്കുന്നത് അത് ഉപയോഗപ്രദമാണ്. ഔട്ട്സൈഡർ ആർ സംടൈംസ് ഷോക്ക്ഡ്. ചിലപ്പോൾ പുറമേ നിന്ന് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാൾ പെട്ടെന്ന് അത്ഭുതപ്പെടും. വെൻ വി ബേഴ്സ്റ്റ് ഇൻ ടു ലാഫർ അബൌട്ട് സം ട്രാജിക് എക്സ്പീരിയൻസ് ഫ്രം ദ പാസ്റ്റ്. അതായത് നമ്മൾ പറയുന്ന ഏതെങ്കിലും പഴയകാല ഒരു ദുരിതകഥയോ, അല്ലെങ്കിൽ അതിൽ നിന്ന് ചിരി ഉതിരുന്നുണ്ടെങ്കിൽ അവൻ അത്ഭുതപ്പെടും. ബട്ട് വൈ ഷുഡൻറ്റ് വി ലാഫ്? എന്തുകൊണ്ട് നമുക്ക് ചിരിച്ചുകൂടാം? വി ഹാവ് റിക്കവേർഡ്, നമ്മൾ മോചിക്കപ്പെട്ടവരാണ്. ആൻഡ് ഹാവ് ബീൻ ഗിവൺ ദ പവർ ടു ഹെൽപ്പ് അതേഴ്സ്. ഇപ്പോ നമ്മൾക്ക് ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്. എവരിബഡി നോസ് ദാറ്റ് സിക്ക് പീപ്പിൾ ആൻഡ് പീപ്പിൾ ഹു ഡോണ്ട് അലോ ദംസെൽവ്സ് ടു പ്ലേ നെവർ ലാഫ്. എല്ലാവർക്കും അറിയാം, അസുഖബാധിതരായ ആളുകളെ ആരും ചിരിക്കാൻ അനുവദിക്കുകയില്ല. വി ഡോണ്ട് അലോ ദം സെൽവ്സ് ടു പ്ലേ നെവർ ലാഫ്. അതായത് ഇങ്ങനെ ചിരിക്കുന്ന തരത്തിൽ കളിക്കാനായിട്ട് അവരെ അനുവദിക്കുകയില്ല, അസുഖബാധിതരായ ആൾക്കാർ. സോ വി തിങ്ക് ഈച്ച് ഫാമിലി ഷുഡ് പ്ലേ ടുഗദർ ഓർ സെപ്പറേറ്റ്ലി ആസ് മച്ച് ആസ് ദേ ലൈക്ക്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഈ പറയുന്ന സന്തോഷത്തിൽ പങ്കുചേരണം. വി ആർ ഷുവർ ഗോഡ് വാണ്ട്സ് ടു ബി ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ. നമുക്കറിയാം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ എന്ന് പറയുന്ന ഒരു പാതയിലൂടെ സഞ്ചരിക്കാനാണ്. സന്തോഷം ഉണ്ടാകുന്ന, വളരെയധികം സ്വാതന്ത്ര്യം കിട്ടുന്ന, ഹാപ്പി കിട്ടുന്ന, ജോയ്സ് കിട്ടുന്ന ഒരു ലോകത്തിലൂടെ 3 ഡിഫറെന്റ് വാക്കുകളാണ്, 3 വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളാണ്. റിക്കവറിയിലെ ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ കൂടിയാണ് ഹാപ്പി, ജോയ്സ് ആൻഡ് ഫ്രീ. സന്തോഷത്തോടും ആനന്ദത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി നടക്കുക എന്നുള്ളത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഹയർ പവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഉന്നത ശക്തി ആഗ്രഹിക്കുന്നത്. വി കനോട്ട് ബിലീവ് ദാറ്റ് ദിസ് ലൈഫ് ഈസ് മീൻ ടു ബി ഫുൾ ഓഫ് സാഡ്നെസ് ആൻഡ് ടീയേഴ്സ്, ഓൾദോ ഇറ്റ് യൂസ് ടു ഫീൽ ദാറ്റ് വേ ഫോർ മെനി ഓഫ് us. അതായത് ഈ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആ ഒരു ജീവിതമാണ്. അങ്ങനെ ആയിരിക്കണം, ആ അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഓൾദോ ഇറ്റ് യൂസ് ടു ഫീൽ ദാറ്റ് വേ ഫോർ മെനി ഓഫ് us. നമ്മളിൽ പലർക്കും അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നതെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് വൈകാരികമായി തോന്നിയിരുന്നെങ്കിലും, നൗ വി നോ ദാറ്റ് വി മേഡ് അവർ ഓൺ മിസറി. നമ്മളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഒരു കാരണമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഗോഡ് ഡിഡ്ന്റ് ഡു ഇറ്റ്, അല്ലെങ്കിൽ ഹയർ പവർ, ദൈവം ഇത് ചെയ്തില്ല. സോ വി ടേക്ക് കെയർ നോട്ട് ടു ഗോ ഓൺ ക്രിയേറ്റിംഗ് മോർ മിസറി. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടുള്ള മിസറിയിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ കൂടുതൽ മിസറി ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്
അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. ഇഫ് ട്രബിൾ കംസ് ടു അസ്, ഏതെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വി യൂസ് ഇറ്റ് ആസ് എ റീസൺ ടു തിങ്ക് അബൌട്ട് ദ വിസ്ഡം ഓഫ് അവർ ഹയർ പവർ. ഏതെങ്കിലും ഒരു പ്രശ്നം നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ നമ്മുടെ ഹയർ പവറിന്റെ അല്ലെങ്കിൽ ഉന്നത ശക്തിയുടെ ജ്ഞാനം ഉപയോഗിച്ച് ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ആ പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യും. അതല്ലാതെ നമ്മളൊരു പ്രത്യേകം നമുക്ക് ഊഹിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കാറില്ല. നമ്മൾ ചിന്തിക്കുന്നു, അതിന് ഹയർ പവറിന്റെ സഹായം മേടിക്കുന്നു, അങ്ങനെ ആ ജ്ഞാനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നു. നൗ എ നോട്ട് അബൌട്ട് ഹെൽത്ത്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ചെറിയ വാക്കുകൾ പറയണം. എ ബോഡി ദാറ്റ്സ് ബീൻ ബാഡ്ലി ഹർട്ട് ബൈ ആൽക്കഹോൾ കാൻറ്റ് റിക്കവർ ഓവർനൈറ്റ്. ഒരു രാത്രി കൊണ്ട് ഈ ഇങ്ങനെ മദ്യം മൂലം പ്രഹരമേറ്റ നമ്മുടെ ശരീരം ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കരുത്. ട്വിസ്റ്റഡ് തിങ്കിങ് ആൻഡ് ഡിപ്രഷൻ കാൻഡ് ഡിസപ്പിയർ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. അതായത് ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ നിരാശകളും നമ്മുടെ ഈ പറയുന്ന വ്യത്യസ്തമായ ചിന്താഗതികളും കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് അപ്രത്യക്ഷമാകുന്നുവെന്നും നമ്മൾ പ്രതീക്ഷിക്കരുത്. We believe that living in a spiritual way in the most powerful way of an alcoholic to improve their health. അതായത് ആത്മീയ അടിസ്ഥാനത്തിൽ തുടർച്ചയായി ജീവിക്കുക, അല്ലെങ്കിൽ ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിലേക്കായിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായ വഴി. വി ബിലീവ് ദാറ്റ് ലിവിങ് ഇൻ എ സ്പിരിച്വൽ വേ, അതൊരു ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പവർഫുൾ വേ, അതാണ് ഏറ്റവും വലിയ വഴി ഫോർ ടു ഇംപ്രൂവ് ദെയർ ഹെൽത്ത്. അവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഹെൽത്ത് അതാണ്, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ പവർഫുൾ ശക്തമായ വഴി അതാണ്. വി ഹാവ് റിക്കവേർഡ് ഫ്രം സീരിയസ് ഡ്രിങ്കിങ് അവർ സെൽവ്സ്. അതായത് ശക്തമായ കുടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. വി തിങ്ക് ഓഫ് അവർ സെൽവ്സ് ആസ് മിറാക്കിൾസ് ഓഫ് മെന്റൽ ഹെൽത്ത്. അപ്പോ നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിൽ അത്ഭുതങ്ങൾ വന്നതായി നമ്മൾ വിചാരിക്കുന്നു. ബട്ട് വി ഹാവ് സീൻ ഇംപ്രൂവ്മെന്റ് ഇൻ അവർ ബോഡീസ്. നമ്മളുടെ ശരീരത്ത് തന്നെ ചില ഇംപ്രൂവ്മെന്റുകൾ, ചില പുരോഗതി ഉള്ളതായിട്ട് നമുക്ക് ചിന്തിക്കും. അതായത് വി തിങ്ക് ഓഫ് അവർ സെൽഫ്സ് ആസ് മിറാക്കിൾ ഓഫ് മെന്റൽ ഹെൽത്ത്. നമ്മുടെ മാനസിക ആരോഗ്യം വീണ്ടെടുത്തു എന്ന്, അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ബട്ട് വി ഹാവ് സീൻ ഇംപ്രൂവ്മെന്റ് ഇൻ അവർ ബോഡീസ് ടു. നമ്മുടെ ശരീരത്തിലും ചില മാറ്റങ്ങളുണ്ട്, അതായത് നമ്മൾ ചിന്തിക്കും. വെരി ഫ്യൂ ഓഫ് us സ്റ്റിൽ ലുക്ക് ഡാമേജ്ഡ് ഫ്രം അവർ ഡ്രിങ്കിങ്. പക്ഷേ ഇതിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യമുണ്ട്. അത് വളരെ ചുരുക്കം പേരെ ആണ് ചിന്തിക്കാറുള്ളൂ. നമ്മൾ കുടി മൂലം വരുത്തി വെച്ച നഷ്ടങ്ങൾ എന്താണ്, ഡാമേജ് എന്താണ് എന്ന് ചിന്തിക്കുന്നത് വളരെ ചുരുക്കം പേരാണ്. ബട്ട് ദിസ് ഡസൻറ്റ് മീൻ ദാറ്റ് വി ഇഗ്നോർ അവർ ഫിസിക്കൽ ഹെൽത്ത്. ഇതിനർത്ഥം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല. God has filled the world with the smart doctors, psychologists and other health care professionals. അതായത് ഉന്നത ശക്തി അല്ലെങ്കിൽ നമ്മുടെ ഹയർ പവർ അല്ലെങ്കിൽ ദൈവം ഈ ലോകത്ത് ധാരാളം സ്മാർട്ട് ഡോക്ടേഴ്സ്, പ്രഗത്ഭരായ ഡോക്ടർമാരെ, സൈക്കോളജിസ്റ്റിനെ, മനഃശാസ്ത്രജ്ഞന്മാരെ, ആൻഡ് അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ആരോഗ്യത്തെ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷകരായ ഒരുപാട് തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. ഇഫ് യു നീഡ് ദെയർ ഹെൽപ്പ്, നിങ്ങൾക്ക് അവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ ടേക്ക് യുവർ ഹെൽത്ത് പ്രോബ്ലം ടു ദം. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ പോകേണ്ടത് അവരുടെ അടുത്താണ്. ടേക്ക് യുവർ ഹെൽത്ത് പ്രോബ്ലം ടു ദം. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് അവരുടെ അടുത്താണ്. റിമെമ്പർ, ഓർക്കണം, ദാറ്റ് യുവർ ഹയർ പവർ ക്യാൻ ഡു മിറാക്കുലസ് തിങ്സ്. നിങ്ങളുടെ ഉന്നത ശക്തിക്ക് പല അത്ഭുതങ്ങളും ചെയ്യാൻ കഴിയും. ബട്ട് യു സ്റ്റിൽ സംടൈംസ് നീഡ് സപ്പോർട്ട് ഫ്രം എ ഗുഡ് ഡോക്ടർ ഓർ സൈക്കാട്രിക്സ്. നിങ്ങളുടെ ഹയർ പവറിന്, നിങ്ങളുടെ ഉന്നത ശക്തിക്ക് പല മിറാക്കുലസ് ആയിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് തീർച്ചയായും ഒരു സെക്കൻഡ്. അപ്പം മെന്റൽ ഹെൽത്ത്, ബട്ട് വി ഹാവ് സീൻ ഇംപ്രൂവ്മെന്റ് ഇൻ അവർ ബോഡീസ് ടു. സോ നമ്മളിപ്പോ മാറിയല്ലോ.
സപ്പോർട്ട് ഫ്രം എ ഗുഡ് ഡോക്ടർ ഓർ സൈക്കാട്രിസ്റ്റ്. അപ്പം നമ്മൾ തീർച്ചയായും പോകേണ്ടതാണ് ഹെൽത്ത് പ്രോബ്ലം ടു ദം. അത് നമ്മുടെ പ്രശ്നങ്ങളെ അവരുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. റിമെമ്പർ ദാറ്റ് യുവർ ഹയർ പവർ ക്യാൻ ഡു മിറാക്കുലസ് തിങ്സ്. അതായത് ഉന്നത ശക്തിക്ക് പല അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ബട്ട് യു സ്റ്റിൽ സംടൈംസ് നീഡ് സപ്പോർട്ട് ഫ്രം എ ഗുഡ് ഡോക്ടർ ഓർ സൈക്കാട്രിസ്റ്റ്. ഒരു നല്ല ഡോക്ടറുടെ അടുത്തുനിന്നോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തുനിന്നോ നിങ്ങൾക്ക് സഹായം ആവശ്യമായി വന്നേക്കാം. ദെയർ ഹെൽപ്പ് ഈസ് ഓഫൺ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. അതായത് അവരുടെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ് ഇൻ ട്രീറ്റിംഗ് എ ന്യൂ കമർ. പ്രത്യേകിച്ച് ഒരു പുതിയ ആളെ ചികിത്സയ്ക്ക് ആൻഡ് ഹെൽപ്പിംഗ് ദ പേഴ്സൺ കണ്ടിന്യൂ ടു റിക്കവർ. അതായത് അങ്ങനെ ചികിത്സ എടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം നേടിയെടുക്കുന്ന ഒരു പുതിയ ആൾ അവന്റെ സുബോധാവസ്ഥയിൽ തുടരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. വൺ ഓഫ് ദ മെനി ഡോക്ടേഴ്സ് ഹു റീഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദിസ് ബുക്ക് ടോൾഡ് us that eating candy or sweets can be helpful. അതായത് നമ്മളുടെ ഈ ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്കിന്റെ ഡ്രാഫ്റ്റുകൾ ബിൽഡബ്ല്യു പല ഡോക്ടർമാർക്ക് അയച്ചു കൊടുത്തപ്പോൾ അതിലൊരു ഡോക്ടർ എഴുതിയിരുന്നത് നമ്മൾ ക്യാൻഡി കഴിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മധുരം കഴിക്കുന്നത് നമ്മളുടെ ഈ ക്രേവിങ്ങിനെ തടസ്സപ്പെടുത്താൻ സഹായിക്കുമെന്നാണ്. ഹി തോട്ട് ഓൾ ആൽക്കോഹോൾ ഷുഡ് ഹാവ് ചോക്ലേറ്റ് അവൈലബിൾ അറ്റ് ഓൾ ടൈംസ്. അപ്പൊ അയാൾ വിചാരിച്ചത് അല്ലെങ്കിൽ അയാൾ ചിന്തിക്കുന്നത് എല്ലാ മദ്യാസക്തരും എപ്പോഴും ചോക്ലേറ്റ് അവൈലബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കയ്യിൽ എപ്പോഴും ചോക്ലേറ്റ് ഉണ്ടാകുമെന്നാണ്. ഇൻ കേസ് ദേ നീഡഡ് എ വേസ്റ്റ് ഓഫ് എനർജി അതായത് ഈ പറയുന്ന ഹി ആഡഡ് ദാറ്റ് സംടൈംസ് ക്രേവിംഗ് ഫോർ ആൽക്കോഹോൾ കുഡ് ബി മെയ്ഡ് ലെസ് പവർഫുൾ വിത്ത് ക്യാൻഡി. അപ്പോ അദ്ദേഹം ഈ ഡോക്ടർ എന്തുകൊണ്ടാണ് പറയുന്നത് ഈ പറയുന്ന ചോക്ലേറ്റിന്റെ ഉപയോഗം അവന് ക്രേവിങ് മദ്യത്തോടുള്ള കൊതി ചില സമയങ്ങളിൽ കുറയ്ക്കുമെന്നാണ്. മെനി ഓഫ് us eat sweets regularly. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഈ ക്യാൻഡി പോലുള്ള അല്ലെങ്കിൽ മധുരം പോലെയുള്ള കാര്യങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ട്. ആൻഡ് ഫൈൻഡ് ദിസ് ഹെൽപ്സ് us ആൻഡ് കൺട്രോളിങ് അവർ ക്രേവിങ്സ്. പലപ്പോഴും ഇത് നമ്മുടെ ക്രേവിങ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ആ ഭാഗം അവിടെ പറഞ്ഞിട്ട് അടുത്ത ഭാഗം എ വേർഡ് അബൌട്ട് സെക്ഷുവാലിറ്റി, ലൈംഗികതയെ കുറിച്ചാണ് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊരു വാക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത ഭാഗം തുടങ്ങുന്നത്. ആൽക്കഹോൾ ഇൻക്രീസസ് സം പീപ്പിൾ സെക്സ് ഡ്രൈവ്സ്. അതായത് ചില ആളുകളില് മദ്യം ചില സെക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതൽ ഡ്രൈവ് ചെയ്യിപ്പിച്ചു. കപ്പിൾസ് മേ ഫൈൻഡ് ദാറ്റ് വെൻ വൺ പാർട്ണർ സ്റ്റോപ്സ് ഡ്രിങ്കിങ് they are less interested in sex. അതായത് ചില ആളുകളിൽ ഈ പറയുന്ന ലൈംഗികപരമായ പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചില കപ്പിളായിട്ടുള്ള പാർട്ട്നേഴ്സിൽ ഒരാൾ കൂടി നിർത്തുമ്പോൾ മറ്റൊരാൾക്ക് ലൈംഗികപരമായിട്ടുള്ള ആഗ്രഹം കുറയുന്നതായി തോന്നി. ഇഫ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ കണക്ഷൻ ടു ആൽക്കഹോൾ ദിസ് ചേഞ്ച് മേ ഹർട്ട് ആൻഡ് കൺഫ്യൂസ് ദം. അപ്പോൾ ഇങ്ങനെ മദ്യപാനം നിർത്തിയതിനു ശേഷം ഈ താല്പര്യം കുറഞ്ഞു വരുമ്പോൾ അവര് പലപ്പോഴും അവരുടെ ചിന്ത എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന മദ്യമായിട്ട് ഇതിനെന്തോ ബന്ധമുണ്ടെന്നാണ്. അങ്ങനെ അത് പലപ്പോഴും അവരെ കൺഫ്യൂസ് അല്ലെങ്കിൽ കുഴപ്പം പിടിച്ച ചിന്തകളിലേക്കും അല്ലെങ്കിൽ അവർ സ്വയം ദ്രോഹിക്കുന്നതിലേക്കും പോകുമെന്നാണ്. സം ഓഫ് us have had this experience. ചില ആളുകളിൽ നമ്മളിൽ ചിലർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ജസ്റ്റ് എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം we were having better sex than ever before. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ലൈംഗിക ബന്ധത്തിനേക്കാൾ കൂടുതൽ നന്നായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നമ്മൾക്ക് സഹായിച്ചു. അതായത് പലപ്പോഴും മദ്യം നമ്മളുടെ സെക്സിനെ അല്ലെങ്കിൽ ലൈംഗികതയെ ഉദ്ദീപിച്ചിരുന്നു എന്ന് പറയുന്ന ചിന്ത, അല്ലെങ്കിൽ മദ്യത്തിന് നമ്മളുടെ സെക്സിന്റെ കാര്യത്തിൽ എന്തോ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഴപ്പം പിടിച്ച ചിന്തകളെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവുകയും വളരെ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ മദ്യം കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് പോലെയുള്ള അതേ രീതിയിലുള്ള സെക്സ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുകയും ചെയ്തു. ബി ഷുവർ ടു വർക്ക് വിത്ത് എ ഡോക്ടർ ഓർ സൈക്കോളജി ഇഫ് സെക്ഷൽ ട്രബിൾസ് കണ്ടിന്യൂ. അപ്പം നിങ്ങൾക്ക് ഇനിയും ഈ പറയുന്ന രീതിയിലുള്ള ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഡോക്ടറെയോടെയോ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞന്റെ സഹായം നിങ്ങൾ ആവശ്യപ്പെടണം. ബട്ട് വി ഡോണ്ട് നോ ഓഫ് മെനി പീപ്പിൾ ഹു ഹാവ് ഹാഡ് ദിസ് പ്രോബ്ലം ഫോർ വെരി ലോങ്. ഞങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. അതായത് നമ്മളിലുള്ള പല ആളുകൾക്കും ഈ പ്രോബ്ലം ഒരുപാട് കാലം നീണ്ടു നിന്നതായിട്ട്, അല്ലെങ്കിൽ അവർക്ക് തീർച്ചയില്ല അങ്ങനെ ദീർഘകാലം ഒരാൾക്ക് ലൈംഗിക പ്രശ്നം നീണ്ടു നിന്നതായി അറിയില്ല എന്നാണ് പറയുക. അടുത്തത്, ആൽക്കഹോളിസ്റ്റ് മേ ഫൈൻഡ് ഇറ്റ് ഹാർഡ് ടു റിപ്പയർ ദ റിലേഷൻ വിത്ത് ദെയർ ചിൽഡ്രൻ. അപ്പം പലപ്പോഴും ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾ
മദ്യാസക്തരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിപ്പയർ ചെയ്യാനായിട്ട് പലപ്പോഴും കഠിനമായി ശ്രമിക്കുന്നതായി കാണാം. ബാക്ക് വെൻ ദേ വെയർ ഡ്രിങ്കിങ്, ദ കിഡ്സ് വെയർ യങ് ആൻഡ് സെൻസിറ്റീവ് ടു വാട്ട് വാസ് ഗോയിങ് ടു അറൌണ്ട് ദം. അപ്പോൾ കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ യങ് ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ വളരെ ചെറുതായിരുന്നായിരിക്കും, അവർ വളരെ സെൻസിറ്റീവ് ആയിരുന്നിരിക്കും. അപ്പോൾ അവർക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ അവർ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ദേ മേ ബി വെരി ആംഗ്രി അറ്റ് ഡാഡ് ഫോർ ഹിസ് ആക്ഷൻസ് ആൻഡ് വാട്ട് ഹിസ് ഹസ് ഡൺ ടു മം. അതായത് അവരൊരു പക്ഷേ ദേഷ്യക്കാരായിരുന്നായിരിക്കാം. ഡാഡി കുടിച്ചിട്ട് ചെയ്ത പ്രവൃത്തികൾ, അവർ ഡാഡി മമ്മിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊക്കെ അവർക്ക് ദേഷ്യമുണ്ടായിരിക്കാം. ചിൽഡ്രൻസ് ഓഫ് ആൽക്കഹോളിക്സ് ആർ സംടൈംസ് സ്ലോ ടു ഫോർഗിവ് ദെയർ പേരൻസ്. അതുകൊണ്ട് തന്നെ മദ്യാസക്തരായിട്ടുള്ള ആളുകളുടെ മക്കൾ വളരെ സാവധാനം അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടാണ് അവരുടെ മാതാപിതാക്കളോട് ക്ഷമിക്കാറുള്ളൂ. ദേ മേ സ്റ്റേ ആംഗ്രി ഫോർ മന്ത്സ്. ഒരു പക്ഷേ അവര് ദേഷ്യത്തിൽ ധാരാളം മാസങ്ങൾ കഴിഞ്ഞേക്കാം. ലോങ് ആഫ്റ്റർ മം ഹാസ് അക്സെപ്റ്റഡ് ഡാഡ്സ് ന്യൂ വേ ഓഫ് ലിവിങ് ആൻഡ് തിങ്കിങ്. അതായത് പലപ്പോഴും അമ്മ തൻ്റെ ഡാഡിയുടെ അല്ലെങ്കിൽ കുടുംബനാഥന്റെ ഈ ജീവിത രീതിയുടെയും ചിന്തകളോടും ചേർന്ന് നിൽക്കാൻ തുടങ്ങുന്നതും ദീർഘകാലത്തിന് ശേഷമായിരിക്കാം. അപ്പോഴായിരിക്കാം മക്കള് ക്ഷമിക്കാൻ തയ്യാറാകുക. ഓവർ ടൈം ദേ വിൽ സീ ദാറ്റ് ഡാഡ് ഹാസ് ചേഞ്ച്ഡ്. അപ്പോൾ പിന്നീടുള്ള കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പതുക്കെ പോകെ ഡാഡി അല്ലെങ്കിൽ കുടുംബനാഥൻ എന്തോ മാറ്റം വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. വെൻ ദേ ആർ റെഡി they will let him know they are ready to accept him too. അങ്ങനെ അവര് റെഡി ആകുമ്പോൾ അച്ഛനോട് അല്ലെങ്കിൽ പിതാവിനോട് അല്ലെങ്കിൽ ഡാഡിയോട് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് അവർ പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങും. വെൻ ദിസ് ഹാപ്പൻസ് ദേ ക്യാൻ ബി ഇൻവൈറ്റഡ് ടു ജോയിൻ ഇൻ മോർണിംഗ് മെഡിറ്റേഷൻ. ഈ സമയത്ത് അവര് ഒരു പക്ഷേ രാവിലെയുള്ള ധ്യാനത്തിലേക്ക് അവരെ ക്ഷണിച്ചേക്കാം. ദേ ക്യാൻ ജോയിൻ ഫാമിലി ഡിസ്കഷൻ വിത്തൗട്ട് ഗെറ്റിംഗ് ആംഗ്രി ഓർ അപ്സെറ്റ്. പലപ്പോഴും കുടുംബനാഥനോടൊപ്പം ഫാമിലിയിലെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവരോട് ദേഷ്യപ്പെടാതെ, അവരോട് അപ്സെറ്റ് ആകാതെ, യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങളില്ലാതെ തന്നെ ഫാമിലി കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ ഡിസ്കഷൻ ചെയ്തേക്കാം. ആഫ്റ്റർ ദിസ് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ പോസിറ്റീവ് ചേഞ്ചസ് വിൽ സ്റ്റാർട്ട് ടു ഹാപ്പൻ വെരി ക്വിക്ക്ലി. അപ്പോൾ നല്ല കാര്യങ്ങൾ വളരെ വേഗം കുടുംബത്തിൽ സംഭവിക്കാൻ തുടങ്ങും. വണ്ടർഫുൾ തിങ്സ് ഓഫൺ ഫോളോ ഓഫ് യുവർ ഫാമിലി റീയൂണിയൻസ് ലൈക്ക് ദിസ്. അപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ കൂടിച്ചേരലുകളിൽ അത്ഭുതകരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വളരെ വേഗം തുടർന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കും. വെദർ ദ ഫാമിലി ബിക്കം സ്പിരിച്വൽ ടുഗദർ ഓർ നോട്ട്, ദ ആൽക്കഹോളിക് മെമ്പർ ഹാസ് ടു ബിക്കം സ്പിരിച്വൽ ടു റിക്കവർ. അതായത് കുടുംബാംഗങ്ങള് ആത്മീയ തലത്തിൽ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ ആൽക്കഹോളിക് മെമ്പർ, അതായത് മദ്യാസക്തരായിട്ടുള്ള അംഗം തീർച്ചയായും ഒരു ആത്മീയ വഴിയിലൂടെ സഞ്ചരിക്കണം. അത് മോചനത്തിലേക്കുള്ള അവന്റെ ആത്മീയ വഴിയിലൂടെ അവൻ സഞ്ചരിക്കണം. ദ അതേഴ്സ് മസ്റ്റ് അക്സെപ്റ്റ് ദിസ് വിത്തൗട്ട് എനി ഡൗട്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ മറ്റുള്ളവര് സംശയം ഒന്നും കൂടാതെ ഇത് സ്വീകരിക്കും. സീയിങ് ഈസ് ബിലീവിങ് ടു മോസ്റ്റ് ഫാമിലീസ് ഹൂ ഹാവ് ലിവ്ഡ് വിത്ത് ഡ്രിങ്കർ. അതായത് ധാരാളം കുടുംബങ്ങൾ, കുടിയനോട് ചേർന്ന് ജീവിച്ചിട്ടുള്ള ധാരാളം കുടുംബങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളതെന്നാണ്. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ഇപ്പോൾ ഞങ്ങൾ ഒരു ഉദാഹരണം പറയാം. വൺ ഓഫ് അവർ ഫ്രണ്ട്സ് വാസ് എ ഹെവി സ്മോക്കർ ആൻഡ് കോഫി ഡ്രിങ്കർ. അതായത് നമ്മളിലൊരു അംഗം വളരെ വലിയ പുകവലിക്കാരനും കോഫി കുടിക്കുന്നവനുമായിരുന്നു. ദെയർ വാസ് നോ ഡൗട്ട് he smokes too much and drank too much of coffee. അതിനകത്തൊരു സംശയമില്ല, അവൻ ധാരാളം പുക വലിച്ചിരുന്നു, അതോടൊപ്പം ധാരാളം കാപ്പിയും കുടിച്ചിരുന്നു. Seeing this and wanting to be helpful, his wife started nagging him to stop. അതായത് സഹായകരമായിട്ടുള്ള രീതിയിലല്ലാതെ വൈഫ് എന്ത് ചെയ്തു? കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതായത് ഇത് നിർത്തുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്താൻ തുടങ്ങി, അല്ലെങ്കിൽ ആക്ഷേപിക്കാൻ തുടങ്ങി. ഹി അഡ്മിറ്റഡ് ഹി വാസ് ഓവർ ഡൂയിങ് ദിസ് തിങ്സ്. അവൻ പറഞ്ഞു, ഞാൻ ഒരുപാട് വലിക്കുന്നുണ്ട്, ഒരുപാട് കാപ്പി കുടിക്കുന്നുണ്ട്. ബട്ട് ടോൾഡ് ഹർ ദാറ്റ് ഹി വാസ് നോട്ട് റെഡി ടു സ്റ്റോപ്പ്. അയാൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇതൊന്നും നിർത്താൻ തയ്യാറല്ല, കാപ്പി കൂടി നിർത്താൻ തയ്യാറല്ല, പുകവലി നിർത്താൻ തയ്യാറല്ല എന്ന് അവളോട് പറഞ്ഞു. ഹിസ് വൈഫ് ബിലീവ്ഡ് ദാറ്റ് സിഗരറ്റ് ആൻഡ് കോഫി ആർ
സംവാട്ട് സിൻഫുൾ. അവളുടെ വിചാരം അല്ലെ ഭാര്യയുടെ വിചാരം ഇതായിരുന്നു, ഇതൊരു പാപമാണ്, ധാരാളം പുക വലിക്കുന്നതും കാപ്പി കുടിക്കുന്നതും പാപമാണെന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക്. സോ ഷി കെപ്റ്റ് ടെല്ലിങ് ഹിം ടു ക്വിറ്റ്. അതുകൊണ്ട് തന്നെ അവൾ തുടർച്ചയായി ഇത് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഇത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഫൈനലി ഹർ ബിഹേവിയർ മേഡ് ഹിം വെരി ആംഗ്രി. ഇതെന്താണ് സംഭവിച്ചത്? അവസാനം അവള് വല്ലാതെ ദേഷ്യക്കാരിയായി. ഹി ഗോട്ട് ഡ്രങ്ക്. അതിനെന്ത് ശേഷം അവളുടെ ബിഹേവിയർ മേഡ് ഹിം വെരി ആംഗ്രി. അവളുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങള് അവനെ വളരെയധികം ദേഷ്യത്തിലേക്ക് എത്തിച്ചു. ഹി ഗോട്ട് ഡ്രങ്ക്. അയാൾ വീണ്ടും പോയി കുടിച്ചു. ഓഫ് കോഴ്സ് അവർ ഫ്രണ്ട് വാസ് റോങ്. ഞങ്ങൾക്കറിയാം നമ്മുടെ ഈ ഫ്രണ്ട്, നമ്മുടെ ഈ കൂട്ടുകാരൻ തെറ്റുകാരൻ തന്നെയാണ്. ഡെഡ് റോങ്. തീർച്ചയായും വളരെയധികം ഡെഡ് റോങ് എന്ന് വെച്ചാൽ വളരെയധികം തെറ്റുകാരൻ തന്നെ. ഹി ഹാഡ് ടു പെയിൻഫുൾ ഹി അഡ്മിറ്റഡ് ദാറ്റ്. അവന് വേദനാജനകമായിട്ട് ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. ആൻഡ് ഫൈൻഡ് വേസ് ടു റീകണക്ട് വിത്ത് ഹിസ് സ്പിരിച്വാലിറ്റി. അപ്പോൾ അവൻ വീണ്ടും ആത്മീയതയിലേക്ക് വീണ്ടും കൂടിച്ചേരേണ്ടി വന്നു. ഹി ബിക്കം എ ഹെൽപ്ഫുൾ മെമ്പർ ഓഫ് ആൽക്കോഹോളിക്സ് അനോണിമസ് ബട്ട് ഹി സ്റ്റിൽ സ്മോക്ക്ഡ് ആൻഡ് ഡ്രാങ്ക് കോഫി. ഇപ്പോഴും അവൻ കാപ്പി കുടിക്കുന്നുണ്ട്, ഇപ്പോഴും അവൻ വലിക്കുന്നുണ്ടെങ്കിൽ അവന് വളരെയധികം സഹായകരമായ ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ അംഗമായി തുടരുന്നുണ്ട്. നെയ്തർ ഹിസ് വൈഫ് നോർ എനിവൺ എൽസ് ജഡ്ജ്ഡ് ഹിം. ഇപ്പോൾ അവനെ ആദ്യം ന്യായം വിധിക്കുന്നില്ല, കുറ്റം പറയുന്നില്ല. അവന്റെ വൈഫോ മറ്റുള്ളവരാരും അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലെ. ഷി വാസ് റോങ് ടു ക്രിട്ടിസൈസ് ഹിം. അവൾ ഇപ്പോൾ കാണുന്നത്, അയാളെ കുറ്റപ്പെടുത്തുന്നത്, അയാളെ വിമർശിക്കുന്നത് തെറ്റാണെന്നാണ്. അബൌട്ട് ദിസ് വെൻ ഹിസ് മോർ സീരിയസ് പ്രോബ്ലം വെയർ ബീങ് കോവേർഡ്. അതായത് മറ്റൊരു തരത്തിലുള്ള വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നം അതിൽ നിന്ന് അവൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനെ കുറ്റപ്പെടുത്തുന്നത്, അവനെ വിമർശിക്കുന്നത് ശരിയല്ല എന്നാണ് അവൾ കണ്ടെത്തിയത്. വി ഹാവ് 3 ലിറ്റിൽ മോട്ടോസ് ദാറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ഫോർ ബോത്ത് ആൽക്കഹോളിക്സ് ആൻഡ് ദെയർ ഫാമിലീസ് ഹിയർ ആർ ദെയർ. അപ്പൊ 3 ലക്ഷ്യങ്ങളുണ്ട്. അത് ആൽക്കഹോളിക്സിന്റെ കുടുംബത്തിനും പ്രധാനപ്പെട്ടതാണ്. അത് ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്. അപ്പോൾ ആദ്യത്തെ കാര്യം ആദ്യം, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കാൻ അനുവദിക്കുക. ഈസി ഡസ് ഇറ്റ്. അതായത് എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുക. നോ റഷ്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ബേസിൽ മുൻഗണനാ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. അവൻ ജീവിക്കുകയും ചെയ്യണം, മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. ടോളറൻസിനെ കുറിച്ച്, സഹനത്തെ കുറിച്ചാണ് അവിടെ പറയുക. ഈസി ഡസ് ഇറ്റ്. അതായത് നോ റഷ് എന്നാണ് പറയുക. അതായത് വളരെയധികം റഷോട് കൂടിയല്ലാതെ നമുക്ക് കാരണം നമ്മുടെ പ്രവൃത്തികൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് സമയമെടുക്കും. അതിന് ഈസി ഡസ് ഇറ്റ് എന്നുള്ള 3 വാക്കുകളോട് കൂടിയാണ് പിന്നീടുള്ള കുടുംബം നമ്മളോട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 12-ാം പടിയുടെ ഏറ്റവും അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമുക്കറിയാം ഈ പറയുന്ന ഫാമിലി ആഫ്റ്റർവേർഡ്, അതിന് തൊട്ട് മുമ്പുള്ള 2 വൈഫ്സ്, അങ്ങനെയുള്ള 2 ചാപ്റ്ററുകളാണ് 12-ാം പടിയിലെ തത്വങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി ആഫ്റ്റർവേർഡ് അല്ലെങ്കിൽ പിന്നീടുള്ള കുടുംബത്തിലെ ചില തത്വങ്ങൾ നമ്മൾ ഇതിനിടയിൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം 12-ാം പടിയുടെ അവസാന ഭാഗത്ത് എന്താണ് പറയുന്നത്? ഈ തത്വങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുക എന്നുള്ള ഈ തത്വങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ഫാമിലി ആഫ്റ്റർവേർഡിൽ പറയുന്ന ചില തത്വങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. ഒന്ന്, ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന പ്രിൻസിപ്പിൾ ഇതാണ്: ഓൾ ഫാമിലി മെമ്പേഴ്സ് ഷുഡ് മീറ്റ് ഓൺ കോമൺ ഗ്രൗണ്ട് ആൻഡ് ആക്ട് വിത്ത് ടോളറൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ്. അതായത് കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരു പൊതുവായ രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമൺ ഗ്രൗണ്ടിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. പിന്നെ ആക്ട് വിത്ത് ടോളറൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ലവ്. സഹനത്തോടുകൂടി, പരസ്പരം മനസ്സിലാക്കത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പെരുമാറണം. ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പിളായിട്ട് അതിനകത്ത് പറയുന്നത്. 2ാമത്തെ പ്രിൻസിപ്പിൾ പ്രാക്ടീസ് സ്റ്റെപ്പ് 10 എന്നുള്ളത്, അതായത് 10-ാം പടി ചെയ്യുക എന്നുള്ളതാണ്. അതായത് വി ഓൺലി ഗ്രോ ഇഫ് വി ആർ വില്ലിംഗ് ടു ഫേസ് ആൻഡ് ഫിക്സ് അവർ മിസ്റ്റേക്സ് ആൻഡ് ട്രാൻസ്ഫോം ദം ഇൻ ടു സ്ട്രെങ്ത്. അതായത് നമ്മൾ എപ്പോഴാണ് വളരുന്നത്? നമ്മളുടെ ഇത്തരം പ്രവൃത്തികളിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകളിലുണ്ടാകുന്ന പ്രശ്നങ്ങള് നമ്മൾ ഫേസ് ചെയ്യുകയും ആ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ആ തെറ്റുകളെ ഫിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ശക്തിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ അടുത്ത പ്രിൻസിപ്പിൾ എന്താണ്?
വൺ ആൽക്കഹോൾ ഈസ് പെയിൻഫുൾ പാസ്റ്റ് ക്യാൻ ഈവൻ ഹെൽപ്പ് ദ ഫാമിലീസ് ഓഫ് അതർ ആൽക്കഹോളിസ്റ്റ്. അതായത് ഒരു ആൽക്കഹോളിക്കിന്റെ വേദനാജനകമായിട്ടുള്ള ഭൂതകാലം മറ്റ് ആൽക്കഹോളിക് ആയിട്ടുള്ള കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുമെന്നുള്ളതാണ്. അടുത്ത പ്രിൻസിപ്പിൾ, ഇഫ് ദ ടൈം കംസ് ഈച്ച് ഫാമിലി മെമ്പർ മസ്റ്റ് ബി വില്ലിംഗ് ടു ടോക്ക് അബൌട്ട് മിസ്റ്റേക്സ് ഓപ്പൺലി ആൻഡ് ഓണസ്റ്റ്ലി. അതായത് സമയം വരുമ്പോൾ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും പരസ്പരം തങ്ങൾക്കുണ്ടായ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ തെറ്റുകളെ തുറന്നു പറയുകയും സത്യസന്ധമായി പറയുകയും ചെയ്യണം. ഷോയിങ് അതേഴ്സ് ഹൗ വി വെയർ ഹെൽപ്ഡ് ഈസ് വാട്ട് മേക്സ് ലൈഫ് സീം വർത്ത് വൈൽ നൗ. അതായത് നമ്മൾ പരസ്പരം, കുടുംബാംഗങ്ങൾ പരസ്പരം എങ്ങനെയാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ മെച്ചപ്പെട്ട ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾക്ക് എങ്ങനെ പരസ്പരം സഹായിക്കാം എന്നുള്ള രീതിയിൽ പറ്റിപ്പോകുന്ന തെറ്റുകളും കുറ്റങ്ങളും എല്ലാം തുറന്ന് സത്യസന്ധമായിട്ട് അത് അവർ പറയേണ്ടതുണ്ട്. We remember that with the help of higher power, our dark past in the most valuable possessions we have. അതായത് നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, നമ്മളുടെ ഇരുണ്ടടഞ്ഞ ഭൂതകാലമാണ്, അല്ലെങ്കിൽ വളരെ ഡാർക്ക് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇരുട്ടടഞ്ഞ ഭൂതകാലമാണ് നമ്മുടെ കയ്യിലുള്ള വാല്യുബിൾ പൊസഷൻസ്, അതായത് നമ്മൾക്കുള്ള മൂലധനം. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യുക? ഇറ്റ് ഈസ് ദ കീ ടു ലൈഫ് ആൻഡ് ഹാപ്പിനെസ് ഫോർ അതർ പീപ്പിൾ. അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സന്തോഷം കൊടുക്കുന്ന, അവൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കുന്ന താക്കോലാണത്. വിത്ത് ഇറ്റ്, ഇതുകൊണ്ട് വി ക്യാൻ പ്രിവെന്റ് മിസറി ഫോർ ദം. അവൻ്റെ മിസറി ആയിട്ടുള്ള, ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്നത്, അവൻ്റെ ദുരിതത്തിൽ നിന്ന് അവനെ തടയാൻ കഴിയും. വി ഹാവ് ഈവൻ പ്രിവെന്റഡ് ഡെത്ത് ഫോർ ദം വിത്ത് അവർ സ്റ്റോറീസ്. നമ്മളുടെ കഥകളിലൂടെ അവൻ്റെ മരണത്തെ പോലും തടഞ്ഞ് നിർത്താൻ കഴിയും. അപ്പൊ നമ്മുടെ കഥകളിലെ ഏറ്റവും വലിയ അടിസ്ഥാനമായിട്ടുള്ള കാര്യമാണ് അവിടെ പറയാം. അടുത്ത പ്രിൻസിപ്പിൾ എന്താണ്? ദ ഫാമിലി ഓഫ് അവർ മെമ്പേഴ്സ് ഡോണ്ട് കീപ്പ് മെനി സ്കെൽട്ടൻസ് ഇൻ ദ ക്ലോസറ്റ്. അതായത് പഴയ കാലത്ത് നമ്മൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് നമ്മുടെ അലമാരയിൽ അടയ്ക്കുന്നില്ല. അടുത്ത പ്രിൻസിപ്പിൾ, we talk about each other a lot, but we almost always do it in the spirit of love and tolerance. നമ്മൾ സഹനത്തിലൂടെയും സ്നേഹത്തിലൂടെയും ഈച്ച് അതർ, പരസ്പരം എ ലോട്ട്, നമ്മൾ ധാരാളം സംസാരിക്കും. പക്ഷെ നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസാരിക്കുന്നത്? വി ഓൾമോസ്റ്റ് ഓൾവേസ്, എല്ലായ്പ്പോഴും, ഡു ഇറ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് ആൻഡ് ടോളറൻസ്, സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ പരസ്പരം സംസാരിക്കുക. അടുത്ത പ്രിൻസിപ്പിൾ എന്താണ്? തത്വം, വി ഡു നോട്ട് ഷെയർ ദ പ്രൈവറ്റ് ഓർ സീക്രട്ട് എക്സ്പീരിയൻസ് ഓഫ് സമ്മൺ എൽസ്. ആരുടെയെങ്കിലും സ്വകാര്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു അൺലെസ് പറയുന്നുണ്ട്? വി നോ ദേ വിൽ ഫീൽ ഓക്കെ അബൌട്ട് ഇറ്റ്. അയാള്, ഈ പറയുന്ന അംഗത്തിന്റെ, നമ്മൾ ആരുടെയെങ്കിലും കാര്യങ്ങള്, മറ്റൊരാളുടെ കാര്യം, നമ്മുടെ സ്റ്റോറിയിലാണ്, ടെൽ അവർ സ്റ്റോറി നോട്ട് അതേഴ്സ് എന്നാണ് പറയാം. അപ്പൊ നമ്മുടെ കഥയല്ല, മറ്റൊരാളുടെ കഥയല്ല നമ്മൾ പറയേണ്ടത്, നമ്മുടെ കഥയാണ് പറയേണ്ടത്, മറ്റൊരാളുടെ കഥയല്ല പറയേണ്ടത്. ഇങ്ങനെ എങ്ങാനും നമ്മൾ പറയുമ്പോൾ, ഇനി എങ്ങാനും നമ്മൾ പറയേണ്ടി വരുമ്പോൾ നമ്മൾ അവരുടെ അനുവാദം വാങ്ങണം. വി നോ ദേ വിൽ ഫീൽ ഓക്കെ അബൌട്ട് ഇറ്റ്. അവർക്ക് ഇത് തീർച്ചയായും ഓക്കെ ആയിരിക്കണം. യൂഷ്വലി വി ജസ്റ്റ് സ്റ്റിക്ക് ടു അവർ ഓൺ സ്റ്റോറീസ്. സാധാരണയായി നമ്മൾ മറ്റുള്ളവരുടെ കഥകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കാറില്ല. നമ്മൾ സാധാരണയായി ചെയ്യുന്നത്, നമ്മൾ സ്റ്റിക്ക് ഓൺ അവർ സ്റ്റോറീസ്, നമ്മളുടെ സ്വന്തം കഥകളിലാണ് നമ്മൾ നിൽക്കാറുള്ളത്. അടുത്ത പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാല്, they should be thankful he is sober and able to be part of regular life again. അതായത് തീർച്ചയായും സോബർ ആയിട്ടുള്ള അച്ഛനോട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പരസ്പരം നന്ദിയുള്ളവനായിരിക്കണം. ലെറ്റ് ദം പ്രൈസ് ഹിസ് പ്രോഗ്രസ്. അതായത് അവന്റെ ജീവിതത്തിൽ റെഗുലർ ആയിട്ടുള്ള ഈ ലൈഫിൽ അവനിങ്ങനെ റിക്കവറി ആണെങ്കിൽ അവനോട് നന്ദി ഉണ്ടാകണം. പ്രൈസ് ഹിസ് പ്രോഗ്രസ്, അവന്റെ ഈ വളർച്ചയിൽ അവനെ അനുമോദിക്കണം. ഇതിപ്പോ നമ്മൾ അംഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യേണ്ടതാണ്. ലെറ്റ് ദം റിമെമ്പർ ദാറ്റ് ഹിസ് ഡ്രിങ്കിങ് ഡിഡ് ഓൾ കൈൻഡ് ഓഫ് ഡാമേജ് ദാറ്റ് മേ ടേക്ക് ലോങ് ടൈം ടു റിപ്പയർ. അതായത് അവൻ വരുത്തി വെച്ചിട്ടുള്ള ദീർഘകാലത്തെ ചില ഡാമേജുകൾ അവന് സമയമെടുക്കും അതൊക്കെ ക്ലിയർ ചെയ്ത് റിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ. If they sense these things, they will be more understanding about his period of crackness and depression. അവന്റെ നിരാശയുടെയും ക്രാക്നെസ്സിലൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ
വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഡിപ്രഷനും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്നതിനുള്ള ഒരു കാരണം എൻ്റെ പഴയ കാലങ്ങൾ അവൻ ഓർക്കുന്നതുകൊണ്ടാണ്. അവിടെ എല്ലാം മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് നമുക്കുണ്ടാകണം. ആൻഡ് ദോസ് പീരീഡ്സ് വിൽ ഡിസപ്പിയർ വെൻ ദർ ഈസ് ടോളറൻസ്, ലവ് ആൻഡ് സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഒരംഗം വളരെ ക്രാങ്കിനെസ്സിൽ സംസാരിക്കുമ്പോൾ, വളരെ നിരാശയിൽ സംസാരിക്കുമ്പോൾ, ഇവന്റെ ഭൂതകാലത്തിന്റെ കാര്യങ്ങൾ അവൻ ചിന്തിച്ചുകൊണ്ടാകാം, ഒരു പക്ഷെ അവൻ അതിനെ ഹർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവൻ അങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ജ്ഞാനം നമുക്കുണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ടോളറൻസ്, സഹനം ഉണ്ടാവും, ലവ്, സ്നേഹം ഉണ്ടാവും, സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ആത്മീയ അടിസ്ഥാനത്തിൽ നമുക്ക് അവനെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ കുറയും. അതാണ് മറ്റൊരു തത്വം. For us, material well-being always followed spiritual progress never came first. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക നേട്ടങ്ങൾ വരുന്നത് ആത്മീയതയുടെ പുറകെയാണ്. ആത്മീയതയാണ് ആ മുന്നേ സഞ്ചരിക്കുക. അതിന് ആത്മീയതയിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഭൗതിക നേട്ടം പുറകെ വരും. ഇറ്റ് നെവർ കെയിം ഫസ്റ്റ്. ഇതൊരിക്കലും ആദ്യം വരികയില്ല. ഒരാൾ ഭൗതിക നേട്ടത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് വരികയില്ല. അവൻ പക്ഷേ സ്പിരിച്വൽ പ്രോഗ്രസ്, ആത്മീയ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഭൗതിക നേട്ടങ്ങൾ മുന്നോട്ട് വരും. അപ്പോൾ ഒരു കുതിര പലപ്പോഴും ഒക്കെ കുതിരവണ്ടിയോട് ഉപമിക്കാറുണ്ട്. കുതിരവണ്ടീനെ ആത്മീയതയായിട്ട് കാണാറുണ്ട്. അതായത് ഒരു കുതിരവണ്ടിയില് കുതിര വലിക്കുന്ന വണ്ടിയുടെ ഭാഗം കുതിരേനെ പുറകിൽ കൊണ്ടുപോയി കെട്ടിക്കഴിഞ്ഞാൽ വണ്ടി നീങ്ങിയല്ല. കുതിര മുന്നോട്ട് പോകുമ്പോൾ വണ്ടി പുറകെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കുതിരയാണ് ആത്മീയതയായിട്ട് പലപ്പോഴും പഴമക്കാരൊക്കെ പറയാറുണ്ട്. അപ്പോൾ കുതിരയെ മുമ്പോട്ട് കെട്ടണം, കുതിരയെ കൊണ്ടുപോയി പുറകോട്ട് കെട്ടരുത് എന്നാണ് പറയുക. അപ്പോൾ മെറ്റീരിയൽ വെൽബീങ് ഓൾവേസ് ഫോളോഡ് സ്പിരിച്വൽ പ്രോഗ്രസ്. ആത്മീയ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ ഭൗതിക നേട്ടങ്ങൾ വരും. അത് പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. അടുത്ത തത്വം, the most useful family talks will take place without angry arguments. അതായത് പലപ്പോഴും കുടുംബാംഗങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ആർഗ്യുമെന്റ്സിൽ പരസ്പരം ആർഗ്യുമെന്റ്സ് ചെയ്യുന്നില്ല. സെൽഫ് പിറ്റി, സ്വയം സഹതാപം പറയുന്നില്ല. എക്സ്ക്യൂസസ്, ധാരാളം ന്യായീകരണങ്ങൾ പറയുന്നില്ല. ഓർ റിസെന്റ്ഫുൾ ക്രിറ്റിസിസം, ഏതെങ്കിലും നീരസമാർന്ന വിമർശനങ്ങൾ നടത്തുന്നില്ല. ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറഞ്ഞ് മം ആൻഡ് ദ ചിൽഡ്രൻ വിൽ റിയലൈസ് ദേ ആർ ആസ്കിങ് ഫോർ ടു മച്ച്. അപ്പോൾ ഡാഡിയോട് അവർ കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതായിട്ട് അവർ തിരിച്ചറിയും. ഡാഡി വിൽ സീ ഹി ഈസ് ഗിവിംഗ് ദം ടു ലിറ്റിൽ. ഇങ്ങനെ ആർഗ്യുമെന്റ് ഇല്ലാതിരിക്കുമ്പോൾ, ഇങ്ങനെ സ്വയം സഹതാപം ഇല്ലാതിരിക്കുമ്പോൾ, ഇങ്ങനെ എക്സ്ക്യൂസസ്, ന്യായീകരണങ്ങൾ പറയാതിരിക്കുമ്പോൾ, ഇങ്ങനെ റിസെന്റ്ഫുൾ ക്രിറ്റിസിസം, നീരസമാർന്ന വിമർശനം നടത്താതിരിക്കുമ്പോൾ ഡാഡി അല്ലെങ്കിൽ കുടുംബനാഥൻ ഒരു കാര്യം തിരിച്ചറിയും, അവൻ കുടുംബത്തിന് കൊടുക്കുന്നത് വളരെ കുറവാണ്, കൂടുതൽ കൊടുക്കേണ്ടിയിരിക്കും. റാദർ ദാൻ ഗെറ്റിംഗ് വിൽ ബിക്കം ദെയർ ഷെയർഡ് ഗോൾ. അതായത് അവർക്ക് വീതിക്കപ്പെട്ടിട്ടുള്ള എന്തുമാത്രം അവന് ലഭിക്കണം, അല്ലെങ്കിൽ അവന്റെ സ്നേഹം എന്തുമാത്രം ലഭിക്കണം, അവന് വീതിക്കപ്പെട്ടതിനേക്കാൾ കുറവാണ് അവൻ കൊടുക്കുന്നതെന്നും അവന് ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ അവൻ കൂടുതൽ കൊടുക്കാനായി തയ്യാറാകും. അതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ. There will be other big changes in the household. Liquor changed dad so much, and for so many years that mom had to take over his responsibility. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, മദ്യം മൂലം കുടുംബനാഥൻ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ അമ്മയാണ് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ടിരുന്നതും കുടുംബത്തെ നയിച്ചുകൊണ്ടിരുന്നതും. അപ്പോ ഒരു സുപ്രഭാതത്തിലെ ഡാഡി അല്ലെങ്കിൽ കുടുംബനാഥൻ വളരെ പെട്ടെന്ന് തന്നെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തിരിച്ചു തരണം, ഞാൻ അങ്ങ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ സ്ലോ പ്രോസസ്സിങ്ങിലായിരിക്കും അത് നടക്കുകയുള്ളൂ, ഒറ്റയടിക്ക് നടക്കുകയല്ല. ഇതിനെല്ലാം മറ്റൊരു കാര്യം പറയുന്നത് പരസ്പര ധാരണയോടുകൂടി, പരസ്പര വിശ്വാസത്തോടുകൂടി ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഇത് കൊണ്ടുവരണം എന്നുള്ളതാണ്, തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുക. അപ്പം പിന്നീട് പറയുന്നത് അസൂയ ഉണ്ടാകരുത്. അവന് ഒരു മദ്യാസക്തനായിട്ടുള്ള ഒരാള് കൂടുതൽ ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ കൂടുതൽ അംഗങ്ങളുമായിട്ട് കൂടുതൽ സമയം പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഒരു അസൂയ തോന്നരുത്. അവൻ ക്ലബ്ബുകളിൽ പോകാനും സ്പോർട്സിലും ഹോബീസിലും ഒക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോ അവനെ കുറ്റപ്പെടുത്താതെ കൂടെ ചേർന്ന് നിൽക്കാനാണ് ഫാമിലി മെമ്പേഴ്സ് തയ്യാറാകേണ്ടത്. മറ്റൊരു ഭാഗമുള്ളത്, ദേ മേ നോട്ട് എഗ്രി ഓൺ എവരിതിങ് ബട്ട് ദേ ഹാവ് സം ഓവർലാപ്പിംഗ് ബിലീഫ്സ്. അതായത് ഈ മദ്യാസക്തരായിട്ടുള്ള ആളുകള് ഈ ഒരു പക്ഷെ മതപരമായ ആളുകളോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണാം. അവരെല്ലാ കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ടായിരിക്കണമെന്നില്ല, അവരുടെ വിശ്വാസം ചിലപ്പോൾ വേറെ രീതിയിലായിരിക്കാം, എങ്കിൽ പോലും അവർ ചേർന്ന് നിൽക്കുന്നു. അടുത്തൊരു ഇത് പറയുന്നത്, വി അബ്സല്യൂട്ട്ലി ഇൻസിസ്റ്റ് ഓൺ എൻജോയിങ് ലൈഫ്. അതായത്
നമ്മൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷം കണ്ടെത്തണം. വി ട്രൈ നോട്ട് ടു ബി ടു സീരിയസ് അബൌട്ട് പൊളിറ്റിക്സ്. അതായത് ഗൗരവമാർന്നിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളിൽ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ ഗൗരവമാർന്നുള്ള രീതിയിലല്ല നമ്മൾ നിൽക്കേണ്ടത്. വി ഡോണ്ട് ക്യാരി ദ വേർഡ് ട്രബിൾ ഇൻ അവർ ഷോൾഡേഴ്സ്. അപ്പം നമ്മുടെ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തോളിൽ ചുമക്കേണ്ട കാര്യം എനിക്കില്ല. പറഞ്ഞുകൊണ്ട് അടുത്തത്, സോ വി തിങ്ക് ഹാപ്പിനെസ് ആൻഡ് ലാഫ്റ്റർ ആർ യൂസ്ഫുൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതായത് ചിരിക്കുക, സന്തോഷിക്കുക, ആനന്ദിക്കുക എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദവും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അടുത്തത് ഹാപ്പി ജോയ്സ് ആൻഡ് ഫ്രീ. അതായത് സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കാര്യമാണ് വി ആർ ഷുവർ ഗോഡ് വാണ്ട്സ് അസ് ടു ബി. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അടുത്ത പ്രിൻസിപ്പിൾ, സോ വി ടേക്ക് കെയർ നോട്ട് ടു ഗോ ഓൺ ക്രിയേറ്റിംഗ് മോർ മിസറി. അതായത് കൂടുതൽ കുഴപ്പം പിടിച്ച, കൂടുതൽ ദുരിതം പിടിച്ച ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. ഇഫ് ട്രബിൾ കംസ് ടു അസ്, ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ വി യൂസ് ഇറ്റ് ആസ് എ റീസൺ ടു തിങ്ക് അബൌട്ട് ദ വിസ്ഡം ഓഫ് അവർ കേപ്പർ. ആ പ്രശ്നത്തെ എങ്ങനെ ഉന്നത ശക്തിയുടെ ജ്ഞാനത്താൽ മാറ്റാനായിട്ട് കഴിയുമെന്നുള്ള ഒരു കാരണമായിട്ട് നമ്മൾ അതിനെ കണ്ടെത്തുന്നു. പിന്നീട് നൗ എ നോട്ട് അബൌട്ട് ഹെൽത്ത്. പിന്നീട് പറയുന്നത് ആരോഗ്യത്തെക്കുറിച്ചാണ്. ആരോഗ്യം എന്താണ് പറയാ, നിങ്ങൾക്ക് കുടി നിർത്തി എന്ന് പറയുന്ന കാര്യം വളരെ പെട്ടെന്ന് നിർത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആരോഗ്യം ഒരു രാത്രി കൊണ്ടൊന്നും പെട്ടെന്ന് വീണ്ടെടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് കാലക്രമത്തിൽ അത് വീണ്ടെടുക്കാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഡോക്ടർമാരുടെയോ സൈക്കോളജിസ്റ്റിന്റെയോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെയോ ഹെൽപ്പ് നിങ്ങൾക്ക് സഹായം ആവശ്യപ്പെടണം. ഒരുപക്ഷെ മാനസിക പ്രശ്നങ്ങൾക്കും നിങ്ങൾക്കത് ഒരുപക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഒരു റിക്കവേർഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും തിരികെ വരേണ്ടതാണ്. ഒരുപാട് കാലം അങ്ങനെ ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ ശാരീരിക പ്രശ്നങ്ങളുള്ള ആളുകൾ ഉള്ളതായി അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ലോകത്തില് ദൈവം സ്മാർട്ട് ഡോക്ടേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞന്മാരെയും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയും നിയമിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. കൗൺസിലിംഗ് ഒക്കെ ഞങ്ങളുടെ ഈ കാനഡയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കൗൺസിലിംഗ് സെന്റേഴ്സ് ഉണ്ട്. ഫ്രീ ആയിട്ട് കൗൺസിലിംഗ്, വാക്കിൻ കൗൺസിലിംഗ് ഉണ്ട്. നമുക്ക് നടന്ന് ചെന്ന് കയറി നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാവുന്ന കൗൺസിലിംഗ് സെന്റേഴ്സ് ധാരാളമുണ്ട്. പള്ളികളിലും അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ നടത്തുന്നുണ്ട്. ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് നാട്ടിലുമുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ചില ഡോക്ടർമാരെ നമുക്ക് എന്താ പറഞ്ഞത്, നമ്മൾ സ്വീറ്റ് ആൻഡ് ഹാൻഡീസ്, അതായത് നമ്മൾ മധുരകരമായിട്ടുള്ള ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്രേവിങ് കുറയ്ക്കുമെന്ന് അവിടെ പറഞ്ഞു. പിന്നെ വേർഡ് അബൌട്ട് സെക്ഷുവാലിറ്റി, അതായത് പിന്നെ ലൈംഗികതയെക്കുറിച്ചാണ്. അതായത് മദ്യം നമ്മുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് പലപ്പോഴും ഉപയോഗിച്ചിരുന്നു. അതായത് ലൈംഗികതയെ കൂടുതൽ ഉത്തേജിപ്പിക്കും, അല്ലെങ്കിൽ ഇൻക്രീസ് സം പീപ്പിൾ സെക്സ് ഡ്രൈവ്സ്, അതായത് നമ്മളുടെ ലൈംഗികമായ ആഗ്രഹങ്ങളെ ഉത്തേജിപ്പിക്കും എന്ന് വിചാരിച്ച് കുടിച്ചിരുന്നവരുണ്ട്. അവർ കുടുക്കി നിർത്തി കഴിയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് അവർ പെട്ടെന്ന് കൺഫ്യൂസ് ആവും. ആൻഡ് അവരുടെ മനസ്സങ്ങനെ വേദനിക്കും. സം ഓഫ് us have had this experience. നമ്മളിൽ പലർക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്. ബട്ട് ജസ്റ്റ് എ ഫ്യൂ മന്ത്സ് ലേറ്റർ, കുറച്ച് കഴിഞ്ഞപ്പോൾ വി ആർ ഹാവിങ് ബെറ്റർ സെക്സ് ദാൻ ഹാവ് ബിഫോർ. അതായത് അതിന് മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗികതയെക്കാളൊക്കെ നല്ല രീതിയിലുള്ള ലൈംഗികതയിൽ ഏർപ്പെടാൻ നമുക്ക് സാധിച്ചു. വി ഷുവർ ടു വർക്ക് വിത്ത് ഡോക്ടർ ഓർ സൈക്കോളജിസ്റ്റ് ട്രബിൾസ് കണ്ടിന്യൂസ്. അതായത് വീണ്ടും നമ്മളുടെ ലൈംഗിക പ്രശ്നങ്ങൾ തുടരുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യപ്പെടണം എന്ന് പറയുന്നത്. പിന്നീട് കുട്ടികളുടെ കാര്യമാണ് പറയാ. ചില കുട്ടികൾ വളരെ പെട്ടെന്ന് നമ്മളോടൊപ്പം അലിഞ്ഞു തരില്ല. ഒന്നാമത്തെ കാര്യം, ഡാഡി ചെയ്ത കുറെ പ്രശ്നങ്ങളുണ്ടായിട്ട് അലമ്പുണ്ടാക്കിയിട്ടുണ്ടാവും, തെറി പറഞ്ഞിട്ടുണ്ടാവും, കുട്ടികളെ ഇറക്കി വിട്ടിട്ടുണ്ടാവും, അവരുടെ നേരെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇത്തരം സെൻസിറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് ഒരു കുട്ടി തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ കാലങ്ങൾ എടുക്കുന്നതാണ്. പക്ഷേ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ, കുറെ മാസങ്ങൾ കഴിയുമ്പോൾ ഈ പറയുന്ന ഡാഡി ചെയ്ത ആക്ഷൻസിനോടെതിരെയുള്ള അവന്റെ ദേഷ്യം, അല്ലെങ്കിൽ ഡാഡി അമ്മയോട് ചെയ്ത ആക്ഷൻസിനെതിരെയുള്ള അവന്റെ ദേഷ്യം കുറയാനാണ് വളരെ സ്ലോ ആയിട്ട് ഈ കുട്ടികള് നമ്മളോട് ക്ഷമിക്കും. അങ്ങനെ നമ്മളോട് അതോടൊപ്പം തന്നെ അമ്മ വളരെ പെട്ടെന്ന് ക്ഷമിക്കുമ്പോൾ അവരും ലോങ് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും ക്ഷമ കാണിക്കാനാണ് സാധ്യത. കാരണം കുറെ കാലം കഴിയുമ്പോഴത്തേക്കും ഡാഡി ചേഞ്ച് ആകുന്നത് അവർ കാണുകയാണ്. അങ്ങനെ അവരെ സ്വീകരിക്കാനായിട്ട്
തയ്യാറാകും. അപ്പം മറ്റൊരു കാര്യം പറയുന്നത്, ഈ പോസിറ്റീവ് ചേഞ്ചസ് എപ്പോഴും നമുക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആംഗ്രി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചകളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിൽക്കണം. അങ്ങനെ ദേഷ്യപ്പെടാത്ത വളരെ ഹെൽത്ത് ആയിട്ടുള്ള ഡിസ്കഷൻസുകളായിരിക്കണം കുടുംബങ്ങളിൽ നടക്കേണ്ടത്. അപ്പോൾ അടുത്തത് പറയുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള അടിസ്ഥാനത്തിൽ അവരും ആൽക്കഹോളിക് മെമ്പേഴ്സ് റിക്കവർ ചെയ്യണമെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു വഴി നേടിയെടുക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ആത്മീയ വഴി നേടിയെടുക്കാനായിട്ട് കുടുംബാംഗങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ പോലും ആൽക്കഹോളിക് മെമ്പർ അല്ലെങ്കിൽ മദ്യാസക്തനായിട്ടുള്ള നമ്മുടെ എയുടെ അംഗം അവൻ ആത്മീയ വഴി സ്വീകരിച്ചിരിക്കണം. ദ അതർ മസ്റ്റ് അക്സെപ്റ്റ് വിത്ത് എനി ഡൗട്ട്. പിന്നീട് അവര് വളരെ സംശയങ്ങളൊന്നും കൂടാതെ തന്നെ സ്വീകരിക്കും. പിന്നീട് പറയുന്നത് കുറ്റപ്പെടുത്തലുകളെ പറ്റിയാണ്. ഒരാൾ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നു, പുക വലിച്ചുകൊണ്ടിരുന്നു, അയാളെ ഭാര്യ വളരെയധികം കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ അവളെ നാഗിങ് എന്ന് പറയുന്നത് ചില ആക്ഷേപിക്കുക, അല്ലെങ്കിൽ കുറ്റം പറയുക. ചിലപ്പോഴൊക്കെ പറയും, നിങ്ങളെ പോയിട്ട് കാര്യമില്ല, നിങ്ങളെ പോയിട്ട് എന്താണ് പഠിച്ചത്, ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും. ഇങ്ങനെയുള്ള നാഗിങ്ങിൽ അല്ലെങ്കിൽ ആക്ഷേപങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളിൽ നമ്മൾ വീണു പോകരുത്. നമ്മൾ ആൽക്കഹോളിക് അനോണിമസിന്റെ സ്പിരിച്വാലിറ്റിയിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ, ഉദാഹരണത്തിൽ ആളെന്താണ് ചെയ്തത്, ഇത്തരം ആക്ഷേപങ്ങളിൽ, ഇത്തരം അധിക്ഷേപങ്ങളിൽ വീഴുകയും വീണ്ടും കൊടുക്കുകയും ചെയ്തു. പക്ഷേ അയാൾ തിരിച്ചു കയറി വന്നു. എങ്ങനെയാണ് തിരിച്ചു കയറി വന്നത്? തിരിച്ചു കയറി വന്നിട്ട് വീണ്ടും അദ്ദേഹം കുടിച്ചു, വീണ്ടും അദ്ദേഹം പുക വലിച്ചു, മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. പറയുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് തെറ്റുകാരനാണ്. അയാളുടെ അയാൾ വീണ്ടും കുടിച്ചതിലൊക്കെ വേദനാപൂർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് തിരിച്ചു വന്നു. പിന്നീടും അയാൾ കാപ്പിയും സിഗരറ്റും ഒക്കെ വലിച്ചെങ്കിലും ഭാര്യ പോലും അയാളെ ന്യായീകരിക്കാനൊന്നും പോയില്ല. പിന്നീട് അവനെ ക്രിട്ടിസൈസ് ചെയ്യാനോ വിമർശിക്കാനൊന്നും പോയില്ല. അവസാനം നമുക്കറിയാം, നമ്മുടെ റൂമുകളിൽ പലപ്പോഴും കാണുന്നതാണ്. ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ആദ്യത്തെ കാര്യം ആദ്യം, ലിവ് ആൻഡ് ലെറ്റ് ലിവ്, ജീവിക്കാൻ അനുവദിക്കുക, ഈസി ഡസ് ഇറ്റ്. അതായത് ഓരോ ആക്ഷനുകൾക്കും ഓരോ പ്രവൃത്തികൾക്കും സമയമെടുക്കും. നോ റഷ്, നമ്മൾ തിരക്ക് പിടിക്കരുത്, എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫാമിലി അപ് ടു അവർ വെന്റിന്റെ ആ ചാപ്റ്റർ അവസാനിപ്പിക്കുന്നത്.